കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ എൻ്റെ സായാഹ്ന വന്ദനം നേർന്നുകൊള്ളുന്നു. ഇസ്രായേൽ തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹം എന്ന ഈ പ്രോഗ്രാം കഴിഞ്ഞ ആഗസ്റ്റ് 26 ഞങ്ങൾ എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് ചെയ്ത ഇസ്രായേൽ പ്രചരണവും യാഥാർത്ഥ്യവും എന്ന പ്രോഗ്രാമിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ്. ഇസ്രായേൽ രാഷ്ട്രത്തിനെക്കുറിച്ച് ലോകമെമ്പാടും ഒരു പ്രത്യേക മതത്തിൻ്റെ വക്താക്കളും ചില രാഷ്ട്രീയ പാർട്ടികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളെ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഞങ്ങൾ അന്ന് എറണാകുളത്ത് വെച്ച് ആ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ആ പ്രോഗ്രാം ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ഇസ്രായേൽ ഫാക്ട്സ് ആൻഡ് ഫിക്ഷൻസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ ആ പ്രോഗ്രാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവിടെ ഞങ്ങൾ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊഴികെ ബാക്കി അവിടെ അവതരിപ്പിച്ച പലതും ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല. ഈ പ്രോഗ്രാം ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫോളോവേഴ്സ് ആയിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു ആവർത്തന വിരസത ഉളവാക്കും എന്നുള്ളത് കൊണ്ടും സമയത്തിൻ്റെ പരിമിതി കൊണ്ടുമാണ് അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ താല്പര്യപ്പെടാത്തത്. പ്രധാനപ്പെട്ടത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുപോലെ അവിടെ അവതരിപ്പിക്കാത്ത പല പോയിന്റുകളും ഇവിടെ അവതരിപ്പിക്കുന്നുമുണ്ട്. എറണാകുളത്ത് വെച്ച് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തപ്പോൾ ഓരോ പോയിന്റിനും തെളിവുകളായി ധാരാളം ക്ലിപ്പുകൾ ഞങ്ങൾ ഇട്ടിരുന്നു. എന്നാൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങളിവിടെ പറയുമ്പോൾ 1-2 ക്ലിപ്പുകൾ മാത്രമേ ഇടുന്നുള്ളൂ. കൂടുതൽ ഇടാനുള്ള സമയം ഞങ്ങൾക്കില്ല. എന്നാൽ അതെല്ലാം നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ യൂട്യൂബിൽ ഇസ്രായേൽ ഫാക്ട്സ് ആൻഡ് ഫിക്ഷൻസ് എന്ന ഞങ്ങളുടെ പ്രോഗ്രാം കാണേണ്ടതാണ്. ഇവിടെ പറയാത്ത പലതും അവിടെ പറഞ്ഞത് നിങ്ങൾക്കപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രം ഇതൊരു അധിനിവേശ രാഷ്ട്രമാണ്, കയ്യേറിയ ഒരു രാഷ്ട്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തെളിയിക്കാൻ വേണ്ടി ഇസ്രായേൽ വിരോധികളായിരിക്കുന്ന ആളുകൾ സാധാരണയായി കൊണ്ടുവരുന്ന ഒരു ചിത്രം ഞാൻ നിങ്ങൾ ആദ്യം കാണിക്കാം. അവിടെ 4 ഭൂപടം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ചിത്രത്തിനകത്ത്. 1946 ഇസ്രായേലിൻ്റെ ഒരു ഭൂപടം, പിന്നെ 47 ഭൂപടം, 67 ഭൂപടം, 2010 ഭൂപടം. 1946 പലസ്തീൻ രാജ്യം 2010 ആയപ്പോഴേക്കും എങ്ങനെ ഇല്ലാതായി തീർന്നു എന്നാണ് ഈ 4 ചിത്രങ്ങളിലൂടെ അവർ വിശദീകരിക്കുന്നത്. എന്നാൽ പതിവ് പോലെ ഇത് ഇസ്രായേൽ വിരോധികളുടെ ഒരു തക്കിയ അഥവാ നുണയാണ്, അനുവദനീയമായിരിക്കുന്ന നുണയാണ്. അവർക്കത് അനുവദനീയമാണ്. ഓരോന്നോരോന്നായിട്ട് ആ 4 ചിത്രങ്ങളെയും വിശദീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രബന്ധാവതരണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവർ കാണിക്കുന്ന ഒന്നാമത്തെ ചിത്രം അത് നോക്കണം. അവർ പറയുന്നത് 1946 ആ പ്രദേശത്ത് പലസ്തീൻ എന്ന പേരിൽ ഒരു രാജ്യം ഉണ്ടായിരുന്നു, അത് പിൽക്കാലത്ത് ഇല്ലാതായി തീർന്നെന്നാണ്. എന്നാൽ അത് ശുദ്ധ നുണയാണ്. 1946 മാത്രമല്ല, ചരിത്രത്തിൽ ഒരു കാലത്തും പലസ്തീൻ എന്ന പേരിൽ ഒരു രാജ്യം ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ഒരിക്കലും പലസ്തീൻ എന്ന പേരിൽ ഒരു രാജ്യം ഉണ്ടായിട്ടില്ല. 1946 അവിടെ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് മാൻഡേറ്റാണ്. അതിൻ്റെ വിസ്തൃതി 1,20,466 ചതുരശ്ര കിലോമീറ്ററാണ്. അതായത് ഈ കാണുന്ന ഭൂമിയല്ല, ഇതിനേക്കാളും വിസ്തൃതമായിട്ടുള്ള ഭൂമിയാണ്. അതെങ്ങനെ ഇങ്ങനെ ചുരുങ്ങി എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരിക്കലും 1946 മുതലല്ല. നമുക്കതറിയാവുന്നതാണ്. ഇതിനു മുൻപ് ഇവിടെ ബഹുമാനപ്പെട്ട ഫിന്നി വർഗീസ് സഹോദരൻ വിശദമായിട്ട് വ്യക്തമായിട്ടത് വിശദീകരിക്കുകയുണ്ടായി. പുറകിലേക്ക് നാം പോയാൽ, ചരിത്രത്തിൻ്റെ പുറകിലേക്ക് പോയാൽ 3500 വർഷത്തിൻ്റെ പഴക്കം ആ രാഷ്ട്രത്തിനുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അതിൽ ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന പേരിൽ പിൽക്കാലത്ത് അത് ഉണ്ടാകാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചാണ്, അതുമാത്രമേ ഞാനിവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബിബ്ലിക്കലായിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററി നാം വിശദമായി കേട്ടതാണ്. AD 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും യഹൂദന്മാർക്കെതിരെ റോമാക്കാരാൽ ക്രൂരമായ പീഡനം ഉണ്ടായിരുന്നു, അടിച്ചമർത്തൽ. ഒന്ന് AD 70, ഒന്ന് AD 135. അങ്ങനെ ആ പീഡനത്തിന് ശേഷം 3-ാം നൂറ്റാണ്ടിൽ, AD 3-ാം നൂറ്റാണ്ടിൽ ഇവരെക്കുറിച്ച് റോമൻ ചരിത്രകാരനായ ഡിയോക്ലാഷ്യസ് എന്ന വ്യക്തി ഹിസ്റ്ററി ഓഫ് ദ റോമൻസ് എന്ന ഗ്രന്ഥത്തിൽ യഹൂദയുടെ നാശം മുതൽ ആ നാടിൻ്റെ അധപ്പതനം വിവരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുകയുണ്ടായി. അവരുടെ ബലമുള്ള 50 കോട്ടകൾ നിലംപരിശായി, യഹൂദന്മാരുടെ ബലമുള്ള 50 കോട്ടകൾ നിലംപരിശായി ഏറ്റവും അറിയപ്പെടുന്ന 985 ഗ്രാമങ്ങൾ റോമാക്കാരാൽ നശിപ്പിക്കപ്പെട്ടു. യുദ്ധത്തിന് മുമ്പ് യഹൂദന്മാരോട് പ്രവചിക്കപ്പെട്ട പോലെ തന്നെ
യഹൂദ്യ പൂർണ്ണമായും മരുഭൂമിവൽക്കരിക്കപ്പെട്ടു. അവരുടെ വിശുദ്ധ ചടങ്ങുകളിൽ ആഘോഷിക്കപ്പെട്ട സോളമൻ്റെ ശവകുടീരം ഛിന്ന ഭിന്നമാക്കപ്പെടുകയും കുറുക്കനും കഴുതപ്പുലികളും അവരുടെ പട്ടണങ്ങളിൽ ചുറ്റി നടക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. അത് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു, അത് മരുഭൂമിവൽക്കരിക്കപ്പെട്ടു. അവിടെ കുറുക്കനും കുറുനരികളും കഴുതപ്പുലികളും അവരുടെ പട്ടണങ്ങളിൽ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങിയെന്നാണ് ഡിയോകാഷ്യസ് എന്ന് പറയുന്ന റോമൻ ചരിത്രകാരൻ AD 3-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തി വെച്ചത്. പിന്നീട് AD 1590 ഈ പ്രദേശം സന്ദർശിച്ച ഒരു സാഹസിക സഞ്ചാരി ഉണ്ടായിരുന്നു. എഡ്വേർഡ് ഗണ്ണർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചത്: ഇപ്പോഴും അവശേഷിക്കുന്ന പഴയ മതിലുകളുടെ കുറച്ച് ഭാഗമൊഴിച്ച് അവിടെ കാണാൻ മറ്റൊന്നും ഇല്ല. ബാക്കിയെല്ലാം പുല്ലും പായലും കളയുമാണ്. ദുർഗന്ധമുള്ള അല്ലെങ്കിൽ ഈർപ്പമുള്ള ഒരു കഷ്ണം ഭൂമി പോലെ. അത് കഴിഞ്ഞ് AD 1697 ഈ പ്രദേശം സഞ്ചരിച്ച് വേറൊരു വ്യക്തിയാണ് ഹെൻറി മൗണ്ട്രേൽ. അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു: 1697 നസറത്ത് ഒരു അപ്രധാനമായ ഗ്രാമമായിരുന്നു. എക്രയിൽ കുറച്ച് ദരിദ്രമായ കുടിലുകളുണ്ട്. വിപുലവും വിശാലവുമായ ജീർണതയല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ബൈബിളിലെ ശേഖേം എന്നറിയപ്പെടുന്ന നബുലസ് കുറേ മനുഷ്യരുള്ള 2 തെരുവീതി അടങ്ങിയതായിരുന്നു. യെരീഹോ ഒരു അരോചകമായ ദരിദ്ര ഗ്രാമവും. 1700-കളിൽ ഇവിടെ സന്ദർശിച്ച ബ്രിട്ടീഷ് പുരാവസ്തു ശാസ്ത്രജ്ഞൻ തോമസ് ഷാ എന്ന വ്യക്തി, അദ്ദേഹം ഇങ്ങനെയാണ് ആ പ്രദേശത്തെക്കുറിച്ച് എഴുതിയത്: പലസ്തീനിൻ്റെ ഭൂമിയിൽ അതിൻ്റെ സമ്പുഷ്ടമായ മണ്ണ് ഉഴുതുമറിക്കാനുള്ള ആളുകളുടെ അഭാവം വലിയ തോതിൽ ഉണ്ടായിരുന്നു. അവിടെ ആളുകളുടെ അഭാവം വലിയ തോതിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശം പ്രായണ ശൂന്യമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. 19-ാം നൂറ്റാണ്ടിൽ, അതുപോലെ 20-ാം നൂറ്റാണ്ടിലൊക്കെ ആ പ്രദേശം സഞ്ചരിച്ച ആളുകൾ, 20-ാം നൂറ്റാണ്ടല്ല അതിനു മുമ്പ് 17, 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ അവിടെ സന്ദർശിച്ച ആളുകൾ അതിനങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരുന്നത്. ബ്രിട്ടീഷ് കോൺസുൽ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അവിടെ ആ പ്രദേശം നിവാസികളില്ലാതെ ശൂന്യമായി പോയെന്ന് പരാതിപ്പെടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെങ്ങനെയാണ് രേഖപ്പെടുത്തിയത്: രാഷ്ട്രം നിവാസികളില്ലാതെ തീർത്തും ശൂന്യമായി കിടക്കുന്നതിനാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത ജനസംഖ്യ ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, പൂർണ്ണമായിട്ടും അതില്ലാതായി എന്ന് അങ്ങനെ അർത്ഥത്തിലല്ല. ഒരൊറ്റ കുഞ്ഞുപോലെ അവിടെ ഇല്ലായിരുന്നല്ല, ചില പ്രത്യേക പോക്കറ്റുകളിൽ ആളുകളുണ്ടായിരുന്നു. ജെറുസലേമിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു, അതുപോലെ നസ്രത്തിലുണ്ടായിരുന്നു, ഹെബ്രോനിലുണ്ടായിരുന്നു, യാഫയിലുണ്ടായിരുന്നു, ഷാരോനിലുണ്ടായിരുന്നു, തിബിര്യാസിലുണ്ടായിരുന്നു, ബഥാനിയിലും ബത്ലഹേമിലും സഫേദ്, യക്ര, ഹൈഫ തുടങ്ങിയ ചില പ്രദേശങ്ങൾ. ആ പ്രദേശം നാം ചിന്തിച്ചു നോക്കണം. ഇവരിത് പറയുമ്പോൾ ഇന്ന് കാണുന്ന ഇസ്രായേലിനല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർ വിശുദ്ധ നാടുകൾ എന്ന് അവർ അർത്ഥമാക്കിയതാണ്. അക്കാലത്ത് അത് രേഖപ്പെടുത്തുമ്പോൾ അവരർത്ഥമാക്കുന്നത് യൂഫ്രട്ടീസിൻ്റെ തീരം മുതൽ, യൂഫ്രട്ടീസ് നദിയുടെ തീരം മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള ഭാഗമാണ്. ഇറാഖൊക്കെ അവർ വിശുദ്ധ നാടുകളുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ആ പ്രദേശമൊക്കെ വെച്ചിട്ടാണ് അവർ പറയുന്നത് ഇവിടെ ഇന്ന ഭാഗങ്ങളിലെ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് സുപരിചിതനായൊരു വ്യക്തിയുണ്ട്, മാർക്ക് ട്വെയിൻ എന്ന് പറയും. ഹക്കിൾബറി ഫിൻ, ടോം സോയർ എന്നീ വിസ്തൃത കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ഫേമസ് ആണ്. അപ്പോൾ ഈ മനുഷ്യൻ ഈ വിശുദ്ധ നാടുകൾ സഞ്ചരിക്കാൻ വേണ്ടി AD 1867 ഈ പ്രദേശങ്ങളിലൂടെ അദ്ദേഹം വിശുദ്ധ നാട് സന്ദർശനത്തിനായിട്ട് വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം യാത്രാവിവരണമായി എഴുതിയിട്ടുമുണ്ട്. ദ ഇന്നസെൻസ് അബ്രോഡ് എന്ന പേരിൽ ഈ യാത്രാവിവരണം നെറ്റിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അദ്ദേഹം ആ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞത് 1867 ഈ പ്രദേശത്ത് മാർക്ക് ട്വെയിൻ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറയാണ്: ജസ്രീൽ താഴ്വരയിൽ ചുറ്റുമുള്ള 30 മൈലിനുള്ളിൽ ഒരു ഗ്രാമം പോലും ഞങ്ങൾ കണ്ടില്ല എന്നാണ്. അവരൊരു സന്ദർശനത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ പറയാണ്, ഞങ്ങൾ കണ്ടില്ല, 30 മൈലിനുള്ള ഒരു ഗ്രാമം പോലും ഇല്ല. പിന്നെ അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ഉദ്ദീപകമായ കാഴ്ചകൾ ജസ്രീൽ താഴ്വരയിൽ ഇനി ഒരിക്കലും സംഭവിക്കുകയില്ല. അതിൻ്റെ ഏതൊരു വശത്തേക്ക് നോക്കിയാലും 30 മൈലുകൾക്കുള്ളിൽ ഒരു ഗ്രാമം പോലും കാണാനില്ല. 2-3 ഇടങ്ങളിലെ ബദൂവിയൻ സത്രങ്ങൾ ഒഴികെ സ്ഥിരമായൊരു പാർപ്പിട സ്ഥലം പോലുമില്ല. ഒരാൾ ഇതിലെ 10 മൈൽ കുതിരനെ ഓടിച്ചാലും 10 മനുഷ്യരെ പോലും കാണാനായിട്ട് സാധിക്കുകയില്ല. 10 മൈൽ സഞ്ചരിച്ചാൽ അതിനുള്ളിൽ ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റില്ല. ഇതുപോലെ ഇതാണ് അവസ്ഥ. ഇതുപോലെയുള്ള ധാരാളം ഉദ്ധരണികളുണ്ട്, ധാരാളം. ഞങ്ങൾ എറണാകുളം പ്രോഗ്രാമിൽ ആ ഉദ്ധരണികളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു 10-15 മിനിറ്റോളം വരും. അത്രമാത്രം ഉദ്ധരണികൾ ഈ പ്രദേശം സഞ്ചരിച്ച ആ കാലഘട്ടത്തിലെ ആളുകൾ, വിശുദ്ധ നാടുകൾ സന്ദർശനത്തിന് വേണ്ടി വന്നിരിക്കുന്ന പല ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവർ, പിന്നെ സാഹസിക സഞ്ചാരികൾ, ഇവരെല്ലാം ഈ പ്രദേശത്ത് വന്നപ്പോൾ കണ്ട കാര്യമാണ് ഇവർ രേഖപ്പെടുത്തി വയ്ക്കുന്നത്.
ഇവരാരും സിയോണിസത്തോട് അനുഭാവമുള്ള ആളുകളൊന്നുമല്ല. കാരണം സിയോണിസത്തിൻ്റെ സ്ഥാപകനായ തിയോഡർ ഹെർസൽ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കാലത്താണ് ഇവർ ഈ പ്രദേശത്ത് വന്ന് അവിടെയൊക്കെ സന്ദർശിച്ചതൊക്കെ രേഖപ്പെടുത്തി വെച്ചത്. അപ്പോൾ അത് അവരുടെ ദൃക്സാക്ഷി വിവരണങ്ങളാണ്, അതിന് വിലയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രദേശം ഇങ്ങനെ മരുഭൂമിവൽക്കരിക്കപ്പെട്ടു? ഒരു കാലത്ത് ഇത് വളരെ സമൃദ്ധമായിരുന്നു, പാലും തേനും ഒഴുകുന്ന രാജ്യമായിരുന്നു. അത് വളരെയധികം സമ്പുഷ്ടമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. അങ്ങനെയുള്ള പ്രദേശം എന്തുകൊണ്ട് ഇങ്ങനെ മരുഭൂമിവൽക്കരിക്കപ്പെട്ടു? എന്തുകൊണ്ട് ഇതുപോലെ ആയിത്തീർന്നു? അതിൻ്റെ ഉത്തരം നാം മുൻപ് കേട്ടതാണ്. തിരുവചനത്തിൽ നിന്ന് പറയുന്നുണ്ട്, ഇസ്രായേൽ ജനം തെറ്റ് ചെയ്യുകയാണെങ്കിൽ 7 മടങ്ങ് ദൈവം അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലേക്ക് അവരുടെ പ്രമാണത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗത്ത് അവിടെ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്: നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രയീം ദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വേദഭാഗം. ഈജിപ്തിൽ നൈൽ നദി, പിന്നെ അതിൻ്റെ പോഷക നദികൾ, പുഴകളൊക്കെ ഉണ്ട്, ആറുകളുണ്ടായിരുന്നു. അതാണ് അവിടെ ജലസേചനം നിർവഹിച്ചിരുന്നത്. അവിടുത്തെ കൃഷി എന്ന് പറയുന്നത് ഈ നൈൽ നദിയെ ആശ്രയിച്ചിട്ടാണ്. കാലാവസ്ഥ വിഷയമായിരുന്നില്ല, ജലമുണ്ട്, സമൃദ്ധമാണ്. എന്നാൽ ഇവരെ ദൈവം കൊണ്ടുപോകുന്ന ദേശം എന്ന് പറയുന്നത് അത് കനാൻ ദേശമാണ്. അത് പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആകെ ഒരു നദിയേ ഉള്ളത്, യോർദാൻ നദിയാണ്. ആ നദിയാണെങ്കിൽ വേനൽക്കാലത്ത് കൈത്തോട് പോലെ വറ്റിപ്പോകുന്ന നദിയുമാണ്. അതുകൊണ്ട് നദിയെ ആശ്രയിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല. അതാകെ അതിരിലൂടെയാണ് ഒഴുകുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഉള്ളിൽ മുഴുവനും യോർദാൻ നദിയിൽ നിന്നുള്ള വെള്ളം കിട്ടുകയില്ല. സ്വാഭാവികമായും അവർ കാലാവസ്ഥയെ ആശ്രയിക്കേണ്ടി വരും. കാലാവസ്ഥ അവർക്ക് കൃത്യമായിരിക്കണം. മഞ്ഞും മഴയും വെയിലുമെല്ലാം കൃത്യമായെങ്കിൽ മാത്രമേ അവർക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് യഹോവ തങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവിടെ ജീവിച്ചാൽ മാത്രമേ മഞ്ഞും മഴയും വെയിലും കൃത്യമായിട്ട് കൊടുക്കുകയുള്ളൂ എന്ന് ദൈവം അവരോട് മുൻപേ തന്നെ പറഞ്ഞിരുന്നു. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്രായേൽ ജനം അവിടെ താമസിച്ച് അവർ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ദൈവം അവർക്ക് കാലാവസ്ഥയെ അനുകൂലമാക്കി കൊടുക്കുകയുള്ളൂ. വേറെ ഏതൊരു ജനം അവിടെ വന്ന് താമസിച്ചാലും ദൈവം അവർക്ക് കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കുകയില്ല. അത് ഇസ്രായേലിന് കൊടുത്ത മണ്ണാണ്. ഇസ്രായേൽ ജനം അവിടെ നിന്ന് ചിതറപ്പെട്ടതിന് ശേഷം ആ പ്രദേശം മറ്റു പലരുടെയും കൈവശം വന്നിട്ടുണ്ട്. റോമാക്കാരവിടെ ഭരിച്ചിട്ടുണ്ട്, പിന്നീട് ക്രൈസ്തവർ ഭരിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് അറബികൾ ഭരിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് സെലൂക്യന്മാർ, പാർത്തിയൻസ്, പിന്നെ തുർക്കികൾ, പലരും ഭരിച്ചിട്ടുണ്ട് ആ പ്രദേശം. അവർക്കാർക്കും ആ പ്രദേശത്തിനെ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം ഇതാണ്, യഹൂദൻ അവിടെ താമസിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം ആ പ്രദേശത്തിന് കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കുകയുള്ളൂ എന്ന് ദൈവം ഇവരോട് പറഞ്ഞിരുന്നു. ആ ഒരു വാഗ്ദത്തമുണ്ട്. വേറെ ഏത് ജനത അവിടെ താമസിച്ചാലും അവിടെ കാലാവസ്ഥ അനുകൂലമായി കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന മുൻപ് വായിച്ചു കേട്ട കൊട്ടേഷൻസൊക്കെ ഉണ്ടല്ലോ, അവിടെ കുറുക്കനും കുറുനരിയും പോകുന്നു, കഴുതപ്പുലി നടക്കുന്നു, അവിടെ ജനങ്ങളില്ല, ആ പ്രദേശം ശൂന്യമായി കിടക്കുന്നു, ഒരു 10 മൈൽ ഓടിച്ചാൽ പോലും ഒരാളെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. ഇസ്രായേൽ ജനം അവിടെ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ അവർക്ക് ദൈവം കാലാവസ്ഥയെ അനുകൂലമാക്കി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ എന്തുണ്ടാകും എന്നുള്ള കാര്യം നോക്കാം. അവിടെ അതും ദൈവം അവരോട് പറഞ്ഞിരുന്നു, മുന്നറിയിപ്പായിട്ട് തന്നെ പറഞ്ഞിരുന്നു. നിങ്ങളെൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപം നിമിത്തം ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. ഞാൻ നിങ്ങളുടെ ബലത്തിൻ്റെ പ്രതാപം കെടുക്കും. നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയുമാക്കും. നിങ്ങളുടെ ശക്തി വെറുതെ ക്ഷയിച്ചു പോകും. നിങ്ങളുടെ ദേശം വിളവ് തരാതെയും ദേശത്തിലെ വൃക്ഷം ഫലം കായ്ക്കാതെയും ഇരിക്കും. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ. ദൈവം പറയാണ്, ഞാൻ ആകാശത്തെ ഇരുമ്പ് പോലെയാക്കും, ഭൂമിയെ ഞാൻ ചെമ്പ് പോലെയാക്കും. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഫലം കിട്ടുകയില്ല എന്ന് ദൈവം അവരോട് പറഞ്ഞിരുന്നു. മാത്രമല്ല, വീണ്ടും
ആവർത്തന പുസ്തകം 11:17 ദൈവം പറയുന്നുണ്ട്, യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്തു നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ആവർത്തനം 11:17. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ, നാം മുൻപ് കേട്ടു, അതിൻ്റെ പുറത്ത്, ബൈബിളിൻ്റെയും പുറത്ത് നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി നിറവേറി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ അവർക്ക് ആ പ്രദേശത്ത് നിന്ന് ദൈവകൽപ്പന ലംഘിച്ച് അവർ ജീവിച്ചപ്പോൾ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. പലരും വന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അശൂര്യർ കൊണ്ടുപോയി, പിന്നെ ബാബിലോണിയർ കൊണ്ടുപോയി, അതിനുശേഷം റോമാക്കാരുടെ കീഴിലായി, പിന്നെ ചിതറിക്കപ്പെടുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദം വരെ ഈ പ്രദേശം പാഴും ശൂന്യവുമായി കിടക്കുകയാണ്. ഇന്ന് കാണുന്ന ഫലഭൂയിഷ്ടമായ ഇസ്രായേലല്ല അന്നുണ്ടായിരുന്നത്. അന്ന് പച്ചപ്പ് പോലും അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഒന്നുമില്ലാതെ പാഴും ശൂന്യമായി മരുഭൂമിവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന പ്രദേശമായിരുന്നു അത്. അങ്ങനെയെങ്കിൽ ആ പ്രദേശം ഇന്നവിടെ പോയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ വീഡിയോയിലൂടെയൊക്കെ അവിടെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അത് പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. ഇന്ന് ഹരിതാപമായിരിക്കുന്ന പ്രദേശം. എങ്ങനെയാണ് ആ ലെവലിലേക്ക് അത് മാറിയത്? ആരാണ് ആ പ്രദേശത്തെ അപ്രകാരം ഹരിതാപമാക്കിയത്? ഈ തരിശായി കിടന്ന പ്രദേശത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും അത് അറബികളുടെ കൈവശമായിരുന്നു. അവരൊക്കെ സമ്പന്ന അറബികളാണ്. അവരൊന്നും ആ പ്രദേശത്ത് താമസിക്കുന്നവരല്ല. അവർ താമസിക്കുന്നത് ഡമാസ്കസിൽ, അല്ലെങ്കിൽ കെയ്റോയിൽ, ലെബനോനിൽ, അങ്ങനെയുള്ള പലയിടങ്ങളിൽ താമസിക്കുന്ന സമ്പന്ന അറബികളാണ്. ഇത് അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടുകയാണ്. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ അത് ഉണ്ട്, പുള്ളി മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മകന് ഇതങ്ങ് എഴുതി കൊടുക്കും. അവനും ഇതുകൊണ്ട് ലാഭമൊന്നുമില്ല, വെറുതെ പേരിന് ഭൂമി ഉണ്ടെന്നേ ഉള്ളൂ. കാരണം അവിടെ നിന്ന് ഒരു ഫലവുമില്ല. ആകെ അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്ന തദ്ദേശവാസികളായ ആളുകൾ എന്ന് പറയുന്നത് ബദൂവിയൻ അറബികൾ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ടായിരുന്നു. പിന്നെ ദ്രൂസ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ദ്രൂസ് എന്ന് പറയുന്നത് ഈ മോശയുടെ അമ്മായപ്പനുണ്ടായിരുന്നു, യിത്രോ. അപ്പോൾ യിത്രോ ആരാധിച്ച ദൈവത്തെ ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ജനവിഭാഗമാണ് ദ്രൂസ് എന്ന് പറയും. ഈ 2 അറബി വിഭാഗമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ബത്ലഹേം, നസറത്ത്, യെരുശലേം പോലെയുള്ള ഇടങ്ങളിൽ ക്രൈസ്തവരുണ്ടായിരുന്നു. പല ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ടായിരുന്നു. യെരുശലേമിൽ ഉള്ള ജനസംഖ്യയുടെ ഒരു 80% യഹൂദന്മാരുമായിരുന്നു. ബാക്കിയുള്ളത് മുസ്ലിങ്ങളടക്കമുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ ദ്രൂസും ബദൂവിയൻസ് എല്ലാം കൂടി ചേർന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. ജനസംഖ്യ വളരെ കുറവായിരുന്നു. പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ബാക്കിയൊക്കെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇതിൻ്റെ ഉടമസ്ഥന്മാരായിരിക്കുന്ന സമ്പന്ന അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടിയാന്മാരായിട്ടാണ് ഈ ദ്രൂസുകളും ബദൂവിയൻസും ഉള്ളത്. അവർക്ക് അവിടെ ചെമ്മരിയാടുകളുണ്ട്. ഈ ചെമ്മരിയാടുകളെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് അങ്ങ് വിടും. അവിടത്തെയൊക്കെ പച്ചപ്പ് വളരെ അപൂർവമാണ്, എങ്കിൽ പോലും അതൊക്കെ തിന്നു തീർക്കുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ബദൂവിയൻ, ഈ അറബി നാടോടി ഗോത്രമാണ്, അവരിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തിലൊരിക്കൽ വന്ന് ഈ ചെമ്മരിയാടുകളുടെ രോമം കത്തിരിക്കുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഉടമസ്ഥൻ, ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ വന്നേക്കാം, ചിലപ്പോൾ വന്നില്ലെന്നും വരാം. ഏതായാലും അങ്ങനെ ഒരു ബന്ധത്തിലാണ് അവിടെ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോളമായി ആ സമയത്ത് ഓട്ടോമൻ സാമ്രാജ്യം, ഇത് ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലാണ് ഈ പ്രദേശം. ഓട്ടോമൻ സാമ്രാജ്യം തകർച്ചയുടെ വക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യത്തിൻ്റെ തകർച്ച സ്വാഭാവികമായ നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ യഹൂദ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. യഹൂദന്മാരെ കൂടുതലായിട്ട് ഈ പ്രദേശത്തേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ റവന്യൂ വരുമാനം അവർക്ക് വർദ്ധിക്കും. പിന്നെ ഈ പ്രദേശത്ത് അവരെന്തെങ്കിലും കൃഷി ചെയ്തിട്ട്, പലരും കൃഷി ചെയ്യാൻ നോക്കിയിട്ട് നടക്കാതെ പോയതാണ്. യഹൂദന്മാർ വന്ന് പണ്ട് ചെയ്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അവർ കൃഷി ചെയ്ത് വല്ലതൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ രാഷ്ട്രത്തിന് അത് മെച്ചമാകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ യഹൂദ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ 1880 ഈ ഭാഗത്തേക്ക് യഹൂദ കുടിയേറ്റം, ആലിയ എന്ന് പറയും, അത് ആരംഭിച്ചു. എന്നാൽ കേവലം ഒരു 5-8 വർഷം കഴിഞ്ഞപ്പോഴേക്കും 1888 ആയപ്പോഴേക്കും മതഭ്രാന്ത് പിടിച്ച ചില വ്യക്തികൾ അവർ യഹൂദന്മാരോടുള്ള വിദ്വേഷം മൂലം ഈ കുടിയേറ്റത്തിന് നിയന്ത്രണം വരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി യഹൂദന്മാർക്ക് ഭൂമി വിറ്റുകൂടാ എന്ന് പറയുന്നൊരു നിയമം 1883 മാർച്ച് 5-ാം തീയതി തുർക്കി ഗവൺമെൻറ് അവിടെ പാസ്സാക്കി. യഹൂദന് ഭൂമി വിറ്റുകൂടാ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് വരുന്ന യഹൂദന് ഭൂമി വിറ്റുകൂടുക, അവിടെയുള്ള യഹൂദന് ഭൂമി വിൽക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പഴുത് ഉപയോഗിച്ച് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അകത്തുള്ള യഹൂദന്മാർ ഭൂമി വാങ്ങിക്കൂട്ടുകയും അവർ വാങ്ങിക്കൂട്ടിയ ഭൂമിയിലേക്ക് പുറമേ നിന്നുള്ള യഹൂദന്മാരെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നമായി. മുസ്ലിം മതഭ്രാന്തന്മാർ പിന്നെയും പ്രശ്നമുണ്ടാക്കി. അങ്ങനെ വന്നപ്പോൾ 1892
തുർക്കി ഗവൺമെൻറ് വീണ്ടും ഉത്തരവിട്ടു, സ്വദേശിയാകട്ടെ വിദേശിയാകട്ടെ ഒറ്റ ഒരു യഹൂദനും ഇവിടെ ഭൂമി വിറ്റുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ ഭൂമി വാങ്ങാൻ തയ്യാറാണ്, അവർ പണം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഇവർ ഭൂമി കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ വന്നപ്പോൾ 2, 3, 4 ഇരട്ടിയൊക്കെ കൊടുക്കേണ്ടി വന്നു ഭൂമിക്ക്. ആർക്കും വേണ്ടാതെ തരിശായി കിടക്കുന്ന ഭൂമിയാണ്. ഈ സമ്പന്ന അറബികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകുന്നില്ല, അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് സന്തോഷമാണ്. കാരണം ഇത് ഒരു പ്രയോജനമില്ലാതെ ഇങ്ങനെ തലമുറയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. ഇവർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നെങ്കിൽ നല്ലത് എന്നുള്ള നിലയിൽ അവർ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ സർക്കാരിൻ്റെ ഉത്തരവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ 2, 3, 4 ഇരട്ടി വില കൊടുക്കേണ്ടി വന്നു. യഹൂദന്മാർ അങ്ങനെ കൊടുത്തു വാങ്ങി. അങ്ങനെ ഇവർ ഭൂമി വാങ്ങേണ്ടതിന് വേണ്ടി സിയോണിസ്റ്റ് സംഘടന ഒരു ഫണ്ട് തന്നെ ആരംഭിച്ചിരുന്നു. ജൂയിഷ് നാഷണൽ ഫണ്ട് എന്നാണ് അതിൻ്റെ പേര്. അവർ ലോകത്തുള്ള എല്ലാ യഹൂദന്മാരുടെയും വീടുകളിലേക്ക് ഓരോ ബോക്സ് കൊടുത്തയച്ചു. കിട്ടുന്ന പൈസയൊക്കെ ഒന്നല്ല, ആ കുടുംബത്തിലെ അംഗങ്ങളുടെ സംഖ്യ അനുസരിച്ചിട്ട് ബോക്സ് കൊടുത്തയച്ചു. കുട്ടികൾ അവർക്ക് കിട്ടുന്ന ചെറിയ തുക പോലും അതിനകത്തേക്ക് ഇട്ട് ശേഖരിക്കാൻ തുടങ്ങി. പിന്നെ വലിയ റോത്ത്ചൈൽഡ് ഫാമിലിയെ പോലെയുള്ള ബാങ്കർമാരിൽ നിന്ന് സംഭാവനയായിട്ടും ലോണായിട്ടും ഇവർ പണം സ്വീകരിച്ചു. അങ്ങനെ പല വിധത്തിൽ ഈ ജൂയിഷ് നാഷണൽ ഫണ്ടുകാർ പണം സ്വീകരിച്ചിട്ട് അവർ ഈ പ്രദേശത്ത്, വാഗ്ദത്ത ദേശത്ത് വന്ന് ഭൂമി വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. അത് ബൈബിളിലുള്ളൊരു പ്രവചനത്തിൻ്റെ നിവൃത്തി കൂടിയാണ്. അവർ ഇവിടെ സ്ഥലം വാങ്ങി ആധാരം എഴുതി മുദ്രയിടുമെന്ന് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ നിർവാഹമില്ല, എറണാകുളം പ്രോഗ്രാമിൽ അത് പറഞ്ഞതാണ്. അപ്പോൾ ഈ പ്രദേശത്തിന് ഇത്രയും വില കിട്ടുമെന്നൊക്കെ കണ്ടപ്പോൾ ഇവർ ഭൂമി വിൽക്കുകയാണ്. യഹൂദന്മാർ വന്ന് വാങ്ങുകയും ചെയ്തു. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പ്രദേശം അവർ കഠിനമായി അധ്വാനിച്ചു. യഹൂദന്മാർ, അവനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ പിതാക്കന്മാർ ഉറങ്ങിക്കിടക്കുന്ന ഭൂമിയാണ്, അവരെ അടക്കിയിരിക്കുന്ന ഭൂമി. അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവൻ ചിതറിക്കപ്പെട്ട് കിടക്കുന്ന സമയത്തും അവൻ തലമുറകളായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെങ്കിലും എൻ്റെ തലമുറയിൽ എനിക്കെങ്കിലും അവിടെ പോകാൻ പറ്റുമെന്ന് ഓരോ തലമുറയിലും ഓരോ യഹൂദനും വിശ്വസിച്ച് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടത്തേക്കാണ് 1880 ശേഷം പോകാനായിട്ട് സാധിക്കുന്നത്. ധാരാളം യഹൂദന്മാർ അവിടേക്ക് വന്നു, അവരവിടെ അധ്വാനിക്കാൻ തുടങ്ങി. ആ മരുഭൂമിയിൽ അവരുടെ അധ്വാനം അത് വളരെയധികം മനുഷ്യരാശിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം മരുഭൂമിയിൽ കൃഷി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ യഹൂദൻ്റെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് അവർ പലവിധമായ ടെക്നോളജിയും കണ്ടുപിടിച്ച് അവിടെ കൃഷി ആരംഭിച്ചു. അതെല്ലാം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. തുള്ളി നന എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ. ഇത് അവർ കണ്ടുപിടിച്ചതാണ്. മരുഭൂമിയിൽ അവർക്ക് കാടുകൾ വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കിലോമീറ്റർ സ്ഥലം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു. അതൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അവർ ചെയ്തതാണ് ഈ തുള്ളി നന അതുപോലെയുള്ള പല കാര്യങ്ങളും. അപ്പോൾ ഇതെല്ലാം പിൽക്കാലത്ത് നമ്മുടെ ഇന്ത്യക്ക് ഗുണമായിട്ടുണ്ട്. കാരണം രാജസ്ഥാൻ മരുഭൂമിയിൽ കൃഷി ഇറക്കുവാൻ അവരുടെ ടെക്നോളജി സഹായകമായിട്ടുണ്ട്. അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തും പട്ടിണി മാറ്റുവാൻ ഇവരുടെ ഈ ടെക്നോളജി സഹായകരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യഹൂദൻ അന്ന് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതാണെങ്കിലും പിൽക്കാലത്ത് അത് ലോകജനതയ്ക്ക് അത് ഗുണമായിട്ടുണ്ട്. അപ്പോൾ അവരവിടെ കൃഷിഭൂമി മാത്രമല്ല, അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അവരവിടെ സ്കൂളുകൾ പണിതു, കോളേജുകൾ പണിതു, റിസർവോയറുകൾ പണിതു, ഡാമുകളടക്കം അവർ പണിതിട്ടുണ്ട് ആ പ്രദേശത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറി. അത് പതുക്കെ പുരോഗതിയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ പുരോഗതിയിലേക്ക് വന്നപ്പോൾ ആ കൂടുതൽ ഗുണം കിട്ടിയത് ഇവർക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ബെദൂവിയൻസിനും ദ്രൂസിനും അത് വളരെ ഗുണം ചെയ്തു. കാരണം അവരും ഇതുപോലെ തലമുറകളായി, നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായി അലഞ്ഞു നടക്കുന്ന ജനതയാണ്. എന്നാൽ യഹൂദൻ വന്ന് അവിടെ ഫാമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് അവർ ഈ ബെദൂവിയൻസിനും ദ്രൂസിനുമെല്ലാം സ്ഥിര ജോലി കിട്ടി. ഇനി പഴയതുപോലെ അവർ അലഞ്ഞു നടക്കണ്ട, ജോലി കിട്ടിയെന്ന് മാത്രമല്ല അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് വിടാൻ പറ്റി. ഇന്ന് ഈ ബെദൂവിയൻസിൽപ്പെട്ട ദ്രൂസിൽപ്പെട്ട ധാരാളം ഡോക്ടർമാർ, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് പലരും ഇസ്രായേലിലുണ്ട്. പക്ഷേ തൊട്ട് മുമ്പത്തെ തലമുറ നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ തലമുറ നോക്കിയാൽ അവർക്ക് എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ആൾക്കാരായിരുന്നു അവരുടെ പിതാക്കൾ. പക്ഷെ ഇന്ന് അവരുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ പ്രദേശം മെച്ചപ്പെട്ട് നല്ല ലെവലിലേക്ക് വന്നപ്പോൾ നാം മനസ്സിലാക്കണം, അവരുടെ ആ അധ്വാന ഫലം അപഹരിക്കാൻ വന്ന കുറേ ആളുകളുണ്ട്. അവരാണ് ഇന്ന് പലസ്തീനികളെന്ന് പറയുന്നത്. ഞാൻ പുറകെ വിശദീകരിക്കാം. എന്നാലും ഇവർ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവർ മെച്ചപ്പെടുത്തിയെടുത്ത ഓരോ പ്രദേശവും അവർ മെച്ചപ്പെടുത്തിയെടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടെൽ അവീവ് എന്ന് പറയുന്ന നഗരം. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊള്ളുന്ന സമയത്ത് അതിൻ്റെ തലസ്ഥാനമായി അവർ തിരഞ്ഞെടുത്തത് ഈ ടെൽ അവീവ് എന്ന് പറയുന്ന നഗരമാണ്. അത് 1909 ഈ ടെൽ അവീവ് എന്ന് പറയുന്ന സ്ഥലം 1909 വെറും ഒരു മണൽക്കൂനയാണ്, ഒന്നുമില്ല അവിടെ, വെറും മണലാണ്. അതിൻ്റെ ചരിത്രം ഞാനൊന്ന് വിശദീകരിക്കാം. ഇത് 1909
66 യഹൂദ കുടുംബങ്ങൾ ചേർന്നിട്ടാണ് ഈ ടെല്ലവീവ് പണിയാൻ തുടങ്ങുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 66 കുടുംബങ്ങൾ യാഫ എന്ന് പറയുന്ന പ്രദേശത്താണ് താമസിച്ചിരുന്നത്. എന്നാൽ തുർക്കി ഗവൺമെൻറ് കൂടുതൽ നികുതി കൊണ്ടുവരികയും മറ്റ് പല വിധത്തിലുമൊക്കെ ഇവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ അവിടെ നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ 66 കുടുംബങ്ങൾ അവിടെ നിന്ന് വിട്ടുപോന്നിട്ട് അവർ ഇന്ന് ടെല്ലവീവ് നിൽക്കുന്ന ആ നഗരം, ആ പ്രദേശം കടലിനോട് ചേർന്നുള്ള പ്രദേശമാണ്, കിലോമീറ്റർ ഭൂമി അവർ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പ്ലോട്ടുകളായി തിരിച്ചു ഓരോരുത്തർക്ക് കൊടുക്കാൻ തീരുമാനം. അങ്ങനെ തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ തർക്കം വന്നു. പ്രധാനപ്പെട്ട പ്ലോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടണമെന്നൊക്കെ പറഞ്ഞ് തർക്കം വന്നു. അപ്പോൾ അവരുടെ സംഘത്തലവൻ, ബ്രദറെ ആ ക്ലിപ്പ് ഒന്ന് ഇട്ടു, ആ പ്രദേശത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയായിരുന്നു അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണത്. ടെല്ലവീവ് നഗരം 1909 എങ്ങനെയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവരുടെ തർക്കം വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ സംഘത്തലവൻ അദ്ദേഹം പോയിട്ട് 66 ചിപ്പിത്തോടുകൾ എടുത്തുകൊണ്ട് വന്നു. 66 എണ്ണം, വെളുത്ത കളറിലുള്ളത് ഒരെണ്ണം, പിന്നെ തവിട്ട് നിറത്തിലുള്ള കളറിൽ, അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹം അതിൽ ഒരെണ്ണത്തിൽ കുടുംബനാഥൻ്റെ പേരെഴുതും, മറ്റേ ചിപ്പിത്തോടിൽ പ്ലോട്ട് നമ്പറും എഴുതും. അങ്ങനെ എഴുതിയിട്ട് അത് 2 സ്ഥലങ്ങളിലായിട്ട് വെച്ചു. ഒരാൾ ചെന്ന് അവിടെ നിന്നൊരു ചിപ്പിത്തോട് എടുക്കുക, അവിടെ പോയിട്ടൊരു പ്ലോട്ട് നമ്പറിൻ്റെ എടുക്കുക. രണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ ഏത് പ്ലോട്ടാണോ അതിലെഴുതിയിരിക്കുന്ന കുടുംബനാഥന് കിട്ടിയിരിക്കുന്നത് ആ പ്ലോട്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ച് കൊടുക്കും. അപ്പോൾ അതെല്ലാവർക്കും സമ്മതമായിരുന്നു. അങ്ങനെയാണ് വീതം വെപ്പൊക്കെ നടന്നത്. ഇതിനെ ഷെൽ ലോട്ടറി എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഷെൽ ലോട്ടറി. ആ പ്രദേശം നിർമ്മിക്കാൻ വേണ്ടി യഹൂദന്മാർ ആ നഗരം നിർമ്മിക്കാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തു. അതിൻ്റെ ചില ചിത്രങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. യാഫയിലുണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് ഇത് എടുക്കുന്നത്. അദ്ദേഹം ഈ പ്രദേശത്ത് വന്ന് വെറുതെ എടുത്തിട്ട് പോയതാണ്. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം ടെല്ലവീവിൻ്റെ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ തന്നെ പ്രസിദ്ധനായി തീർന്നു. അപ്പോൾ ഈ പ്രകൃതിയോടും കാലാവസ്ഥയോടൊക്കെ പൊരുതിക്കൊണ്ട് വെറും മണൽക്കൂനയായി കിടന്ന പ്രദേശത്തിനെ അവർ പതുക്കെ ഒരു നഗരമാക്കി മാറ്റി. ഇന്ന് അറിയുന്നത് പോലെയുള്ള ഒരു വലിയ നഗരമാക്കി അവർ മാറ്റി. ഈ നഗരം നിർമ്മിക്കപ്പെട്ട് വെറും 8 കൊല്ലം കഴിഞ്ഞപ്പോൾ 1917 യഹൂദന്മാരെ മുഴുവൻ തുർക്കികൾ അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. കാരണം അത് 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇവർ ഈ അവിടെയുള്ള യഹൂദന്മാർ ബ്രിട്ടീഷുകാരുടെ ചാരന്മാരാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ പുറത്താക്കുന്നത്. എന്നാൽ പുറത്താക്കിയെങ്കിൽ അധികം നാൾ അവർക്ക് അങ്ങനെ പോകേണ്ടി വന്നില്ല. വെറും 8 മാസം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് തിരിച്ച് പ്രവേശനം ലഭിച്ചു. കാരണം ഈ പ്രദേശം 1917 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പോയ യഹൂദന്മാർക്കൊക്കെ മടങ്ങി വരുവാനുള്ള അനുവാദം ലഭിച്ചു. അങ്ങനെ അവർ മടങ്ങി വന്നു. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭത്തിൽ യാഫ പട്ടണത്തിൽ ഏകദേശം 11,000 യഹൂദന്മാരുണ്ടായിരുന്നു. എന്നാൽ 1921 ആയപ്പോൾ അവിടെ അറബി ലഹളയുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ ആക്രമിക്കുകയൊക്കെ ഉണ്ടായി. ഒരു 43 യഹൂദന്മാർ കൊല്ലപ്പെട്ടു, 140ഓളം പേർക്ക് പരിക്കേറ്റു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യാഫയിലുണ്ടായിരുന്ന യഹൂദന്മാർ ടെല്ലവീവിലേക്ക് മാറി. അത് ആ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ സഹായകരമായി തീർന്നു. പിന്നീട് 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊള്ളുന്ന സമയത്ത് തലസ്ഥാനമായിട്ട് ഏത് നഗരമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ഇസ്രായേലിലെ ഏറ്റവും മികച്ച നഗരമായിട്ട് നിന്നത് ടെല്ലവീവായിരുന്നു. ചില വർഷങ്ങൾ കൊണ്ട് 50 വർഷം പോലും തികയുന്നതിനേക്കാൾ മുമ്പേ വെറും മണൽക്കൂനയിൽ ഒരു തലസ്ഥാന നഗരം തന്നെ യഹൂദൻ പണിതെടുക്കുകയുണ്ടായി. പിൽക്കാലത്ത് യെരുശലേം നഗരം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി മാറി. പക്ഷേ ഇന്നും വ്യാവസായിക തലസ്ഥാനം എന്നുള്ള പദവി ടെല്ലവീവിന് തന്നെയാണ്. അപ്പോൾ യഹൂദൻ്റെ ഒടുങ്ങാത്ത ഇച്ഛാശക്തിയുടെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതീകമായിട്ട് ടെല്ലവീവ് സിറ്റി ഇന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഠിനാധ്വാനികളായ യഹൂദന്മാർ ആധുനിക ഇസ്രായേലിനെ പണിതുയർത്തിയത്. ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരാളുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ പറവൂരിനടുത്ത് ചേന്നമംഗലം എന്ന് പറയുന്ന പ്രദേശമുണ്ട്, ഞങ്ങളുടെ അടുത്താണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു യഹൂദൻ, എലീഹു ബസലേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 28 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് 1955 ഇസ്രായേലിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൃഷിയെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹവും ഭാര്യ അവിടേക്ക് ചെന്നു. കൃഷിയെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് കിട്ടിയത് മരുഭൂമിയാണ്. നെഗേവ് മരുഭൂമി എന്ന് പറയുന്ന പ്രദേശത്തിലൊരു ഭാഗം അദ്ദേഹത്തിന് കിട്ടി. അവിടെ കൃഷി ചെയ്ത് താമസിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒന്നും അറിയില്ലെങ്കിലും ടെക്നോളജിയൊക്കെ അവർ കൊടുത്തത് കൊണ്ട് ആ ടെക്നോളജി വെച്ച് അദ്ദേഹം അവിടെ കൃഷി ആരംഭിച്ചു. വളരെയധികം വർദ്ധിച്ചു വന്നു. ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 30 ചതുരശ്ര കിലോമീറ്ററാണ്. 30 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ അദ്ദേഹത്തിൻ്റെ ഫാം അവിടെയുണ്ട്. ലോകരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരൊക്കെ ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ ഈ ഫാം സന്ദർശിക്കാനായിട്ട് വരും.
നിങ്ങൾ നെറ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ ഗൂഗിളിൽ ഏലിയാഹു ബസലേൽ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇത് കിട്ടും. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പ്രവാസി സമ്മാനമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കർഷകനാണ്, നമ്മുടെ മലയാളിയാണ്. അപ്പോൾ ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് കുടിയേറിയവർ അവരുടെ ബുദ്ധിയും അവരുടെ ശക്തിയും അവരുടെ കായിക ശേഷിയെല്ലാം വിനിയോഗിച്ച് ഈ പ്രദേശത്തിനെ മെച്ചപ്പെടുത്തിയെടുത്തപ്പോൾ, തരിശായി കിടന്നിരുന്ന പ്രദേശത്തിനെ മെച്ചപ്പെടുത്തിയെടുത്തപ്പോൾ വേറെ ചില ആളുകൾ അങ്ങോട്ടേക്ക് കുടിയേറാൻ തുടങ്ങി. അവർ പണം കൊടുത്ത് കുടിയേറിയതല്ല, യഹൂദന്മാർ അവിടേക്ക് വെറുതെ അല്ല, അവർ പണം കൊടുത്ത് ഭൂമി വാങ്ങി കുടിയേറിയതാണ്. ബൈബിളിലെ പ്രവചനം അങ്ങനെയാണ്. ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ വെക്കുമെന്നാണ് പറഞ്ഞത്, അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. എന്നാൽ മറ്റേ കൂട്ടരെന്ന് പറയുന്ന അറബികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് പെട്രോളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം സാമ്പത്തികമായി അധപ്പതിച്ച് കിടക്കുകയാണ്. ആകെ ഈന്തപ്പഴവും കാരക്കയേ ഉള്ളൂ, വേറൊന്നും ഇല്ലാത്ത സ്ഥിതിയാണ്, ദരിദ്രാവസ്ഥയിലാണ്. അപ്പോൾ സൗദിയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ലെബനോനിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, അങ്ങനെ പലയിടങ്ങളിൽ നിന്നുള്ള അറബികൾ ഈ പ്രദേശത്തേക്ക് കുടിയേറാൻ തുടങ്ങി. അവർ വന്നത് യഹൂദന്മാരെ ഓടിപ്പിച്ച് വിടുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഒരു കാരണം മതപരമാണ്. അത് ഹദീസുകളെല്ലാം വെച്ച് വിശദീകരിക്കേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മതപരമാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം സാമ്പത്തികമാണ്. യഹൂദൻ ഈ പ്രദേശം മെച്ചപ്പെടുത്തിയെടുത്തു, അവിടെ നല്ല ഫലഭൂയിഷ്ടമായ സ്ഥിതിയായെന്ന് കണ്ടപ്പോൾ ഇവരെ ഓടിപ്പിച്ചു വിട്ടാൽ ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കാമെന്നാണ് അവർ ചിന്തിച്ചത്. ആ ചിന്തയുടെ ഫലമായിട്ടാണ് ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് കുടിയേറിയത്. പക്ഷേ യഹൂദൻ ഒന്നുമില്ലാത്ത ഭൂമി ഈ അവസ്ഥയിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനും അവന് കഴിയൂലേ? അതിനുള്ള ബുദ്ധി അവനില്ലേ? അവർ ഇവിടെ വന്ന് യഹൂദന്മാരുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ധാരാളം ലഹളകൾ മറ്റു പലതുമൊക്കെ ഉണ്ടാക്കി. പക്ഷേ യഹൂദൻ ഓടിപ്പോയില്ല, അവൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഇങ്ങനെ നിലയ്ക്കാത്തൊരു അറബി കുടിയേറ്റം അവിടേക്കുണ്ടായി. അതിനെക്കുറിച്ച് ആരും പറയുകയില്ല. ഇസ്രായേലിന് എതിരായിട്ട് വാദിക്കുന്ന അല്ലെങ്കിൽ പലസ്തീൻ അനുകൂലമായിട്ട് വാദിക്കുന്ന ആരും അറബികൾ, ചുറ്റുപാടുമുള്ള അറബികൾ ചക്കാത്തിന് കുടിയേറിയ കാര്യത്തെപ്പറ്റി മിണ്ടുകയില്ല. ഓസിന് കുടിയേറിയിട്ടുണ്ട്, അതിനെപ്പറ്റി മിണ്ടുകയില്ല. യഹൂദന്മാർ അവിടേക്ക് കുടിയേറിയതിനെ പറ്റിയേ പറയുകയുള്ളൂ. പക്ഷേ യഹൂദൻ നിയമപ്രകാരമുള്ള വിധത്തിലാണ് പണം കൊടുത്ത് ഭൂമി വാങ്ങിയിട്ടാണ് അങ്ങോട്ട് ചെന്നത്. അപ്പോൾ ഇന്ന് പലസ്തീനികളെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ആളുകൾ, യാസർ അറഫാത്ത് അടക്കമുള്ള ഒരൊറ്റ ആൾ പോലും, യാസർ അറഫാത്ത് ജനിച്ചത് കൈറോയിലാണ്. അപ്പോൾ ഇവരാരും പലസ്തീനികളല്ല, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോപ്പർ പലസ്തീനികളെന്ന് പറയാൻ പറ്റുന്നത് ആകെ ദ്രൂസിനും അതുപോലെ ബെദൂവിയൻസിനും മാത്രമാണ്. ഇന്ന് പലസ്തീനികളെന്ന് പറഞ്ഞ് കാണിക്കുന്ന ആളുകൾ ഇവരാരും പലസ്തീനികളല്ല, പുറമേ നിന്ന് വന്നവരാ. പക്ഷേ ഇവർ പലസ്തീനികളെന്ന് പറയുന്നതിൻ്റെ കാരണമുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഇസ്രായേലിനെ അവിടെ നിന്ന് ഓടിപ്പിക്കാനുള്ള അവരുടെ പോരാട്ടത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ തങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഇവരുടെ ഹമാസിൻ്റെ ഗാസയിലെ ഹമാസ് അവിടെ ഭരണം നടത്തുന്ന സംഘടനയാണ്. ആ ഹമാസിൻ്റെ മന്ത്രിയുണ്ട്, അദ്ദേഹം ഫാദി ഹമ്മാദ് എന്നാണ് പേര്. ഈ മനുഷ്യൻ 2012 മാർച്ച് 23 ഈജിപ്തിലെ അൽ ഹെക്മ TV-യിൽ, ആ ചാനലിൽ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യം ഉണ്ട്, ചരിത്രരേഖകളുണ്ട്. പക്ഷേ ഒരു ഹമാസിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ പറയുകയാണ്, ഞങ്ങൾ പലസ്തീനികളല്ല, ഞങ്ങൾ പുറമേ നിന്ന് വന്ന ആളുകളാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഹമാസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈജിപ്റ്റ് ഗാസ അതിർത്തി അടച്ചു. ഗാസയിൽ നിന്ന് ആകെ 2 അതിർത്തിയേ ഉള്ളൂ, ഒന്ന് ഇസ്രായേലിലേക്കുള്ള അതിർത്തി, ഒന്ന് ഈജിപ്തിലേക്കുള്ള അതിർത്തി. ഈജിപ്തിലേക്കുള്ള അതിർത്തി ഈജിപ്റ്റ് അടച്ചു കളഞ്ഞു. അപ്പോൾ പിന്നെ ഈജിപ്തിൽ നിന്ന് ഇവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, മറ്റൊന്നും കിട്ടാണ്ടായി. അങ്ങനെ കിട്ടാതായി കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ ഈജിപ്ഷ്യൻ TV-യിൽ പൊട്ടിത്തെറിക്കുന്നത്. ഇത് നിങ്ങൾക്കിവിടെ കാണാം, ഞാനത് പറയാം. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അല്ലാഹു അക്ബർ, ഞങ്ങൾക്കെല്ലാം അറബ് വേരുകളുണ്ട്. സൗദിയിൽ നിന്നായിക്കോട്ടെ, യമനിൽ നിന്നായിക്കോട്ടെ, എവിടെ നിന്നാണെങ്കിലും ആയിക്കോട്ടെ, ഗാസയിലും പലസ്തീനിലെങ്ങുമുള്ള ഓരോ പലസ്തീനിക്കും തൻ്റെ അറബ് വേരുകൾ തെളിയിക്കാൻ കഴിയും. في اساسنا نص فلسطين يا اخواننا مصري ونص سعودي. ايش ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഉണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. في عندنا في اسماء كثيره اسمها المصري وجذورهم مصريه قد يكونوا من الاسكندريه، من القاهره، من دمياط، من الوجه البحري، من اسوان، من الصعيد. نحن مصريون، نحن عرب، نحن مسلمون، نحن منكم. الله اكبر، الله اكبر والله الحمد. الله اكبر. كيف تسكتون يا مسلمون ان يموت اهل غزه وانتم تنظرون اليهم؟ لا تستطيعون ان تمدوهم بامر بسيط تعطونه للغرب بثمن بخس ودراهم معدودة.
ഇദ്ദേഹം പറയാണ്, ഞങ്ങൾ ഗാസയിൽ തന്നെ 30-ലധികം കുടുംബങ്ങൾ അൽ മസ്രി എന്ന് വിളിക്കപ്പെടുന്നു. മസ്രി എന്ന് പറയുന്നത് മിസ്രൈമിൻ്റെയാണ്. അപ്പോൾ അൽ മസ്രി എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് വന്നവർ, ഈജിപ്തിൽ നിന്ന് വന്നവരാ. അപ്പോൾ അത് പറയുന്നത് പകുതി ഞങ്ങൾ പലസ്തീനികൾ പകുതി ഈജിപ്തുകാരും മറ്റേ പകുതി സൗദികളുമാണ്. ഈജിപ്റ്റ് പേരുള്ള അനേകം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അവർ അലക്സാന്ദ്രിയയിൽ നിന്നോ കെയ്റോയിൽ നിന്നോ അപ്പർ ഈജിപ്തിൽ നിന്നൊക്കെ വന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇവിടേക്ക് വന്നിരിക്കുന്നു. ഞങ്ങൾ അവരിൽപ്പെട്ടവരാണ്, നിങ്ങളുടെ സഹോദരന്മാരാണ്, ഞങ്ങൾ അറബികളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് അദ്ദേഹം പറയുക. അപ്പോൾ പലസ്തീനികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അവർ സമ്മതിക്കുകയാണ്, ഞങ്ങൾ പുറമേ നിന്ന് വന്നവരാണ്, ഇവിടെ ഉള്ളവരെല്ലാം. ഇങ്ങനെ ഈ നിലയ്ക്കാത്ത അറബി മുസ്ലിം കുടിയേറ്റത്തിൻ്റെ അനന്തരഫലമായി ഈ ആളുകൾ ഇങ്ങനെ കുടിയേറാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്ത് ലഹള ഉണ്ടാവാൻ തുടങ്ങി. അടിക്കടി ലഹളകൾ. യഹൂദന്മാർ പലപ്പോഴും കൊല്ലപ്പെട്ടു. അവർ ഈ അധികവും യൂറോപ്യൻ പ്രദേശങ്ങളിൽ നിന്ന് വന്നവരായതുകൊണ്ട് നിയമവാഴ്ചയിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവർ എന്തെങ്കിലും അവർക്കെതിരെ ആക്രമണം വന്നാൽ അവർ ആദ്യം കാലത്ത് തിരിച്ചടിക്കാൻ പോയില്ല, അവർ സർക്കാരിനോട് പരാതിപ്പെടും. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ധാരാളം യഹൂദന്മാർ കൊല്ലപ്പെടാൻ തുടങ്ങി. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ബ്രിട്ടീഷുകാർ അറബികൾക്ക് അനുകൂലമായ നയമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് പിന്നെ ഇവർ തന്നെ സായുധ സംഘടനകളുണ്ടാക്കി, എന്നിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രദേശത്ത് ലഹള സർവ്വസാധാരണമായി തീർന്നു. അപ്പോൾ ഈ യഹൂദന്മാർക്ക് മനസ്സിലായി, ഇവിടെ അവർ ആദ്യകാലത്തൊന്നും ഭൂമി ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടില്ല. അവർ ഇവിടെ യൂറോപ്പിൽ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അന്ധമായ യഹൂദ വിദ്വേഷം മൂലം നമുക്കറിയാം ഹിറ്റ്ലറൊക്കെ എന്താ ചെയ്തതെന്ന്. ഹിറ്റ്ലർക്ക് മുമ്പുള്ളവരും ചെയ്തതെന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം, അത് സ്വന്തം തങ്ങളുടെ പിതാക്കന്മാർ ഉറങ്ങുന്ന സ്ഥലത്താണെങ്കിൽ കൂടുതൽ സന്തോഷം എന്നാണ് അവർ ചിന്തിച്ചിരുന്നുള്ളൂ. അങ്ങനെയാണ് ഇവിടെ വന്ന് ഭൂമി വാങ്ങുന്നത്. എന്നാൽ തുടർമാനമായി ആക്രമണം നേരിടേണ്ടി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, സ്വന്തമായി ഒരു രാജ്യമുണ്ടായെങ്കിൽ മാത്രമേ തങ്ങൾക്കിവിടെ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. ആ ചിന്ത വന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവർ സ്വന്തമായി രാജ്യം വേണം, ഞങ്ങൾക്കിവിടെ ഒരു സ്വന്തം രാജ്യം ഇസ്രായേൽ വേണം എന്നിവർ ആവശ്യപ്പെടാൻ തുടങ്ങുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യമൊന്നും ഈ ആവശ്യത്തിന് ചെവി കൊടുത്തില്ല, അവരത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ പിന്നെയും ഇതിങ്ങനെ ആവശ്യമായി പിന്നെയും ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ബ്രിട്ടീഷ് സർക്കാരിന് അവരോട് അനുകൂലമായ ഒരു നയം സ്വീകരിക്കേണ്ടി വന്നു. അതിനൊരു കാരണം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ യഹൂദന്മാർ ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളും കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവർ 1917 നവംബർ 2-ാം തീയതി എന്ന് വെച്ചാൽ ഇന്നേക്ക് കൃത്യം 100 വർഷവും 10 ദിവസവും മുൻപ് AJ ബാൽഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അത് റോത്ത്ചൈൽഡ് എന്ന് പറയുന്ന പ്രമുഖ യഹൂദനാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: യഹൂദന്മാർക്ക് പലസ്തീൻ പ്രദേശത്ത് സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് എല്ലാവിധത്തിലും അനുവദിച്ചിരിക്കുന്നു. ഇത് ബാൽഫർ വിളംബരം എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ ബാൽഫർ വിളംബരത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളരെയധികം പ്രധാനമുള്ള ഒന്നാണ് ഈ ബാൽഫർ വിളംബരം. കാരണം ഇത് നിയമപരമായി ഇതിൻ്റെ സാധുത ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടില്ല, അത് നിലനിൽക്കുന്നതാണ്, ഒരു സർക്കാരിൻ്റെ ഉറപ്പാണത്. അപ്പോൾ ഈ ഇസ്രായേൽ വിരോധികൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: യൂറോപ്പിൽ കിടക്കുന്ന ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ബ്രിട്ടന് എങ്ങനെയാണ് ഏഷ്യയിലുള്ള ഒരു രാജ്യത്തിനെ വിഭജിച്ച് അതിൻ്റെ അകത്ത് വേറൊരു കൂട്ടർക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവർ ചോദിക്കാറുണ്ട്. ബ്രിട്ടൻ യൂറോപ്പിൽ കിടക്കുന്ന രാജ്യമാണല്ലോ, ഇസ്രായേലാണെങ്കിൽ ഏഷ്യയിലാണ്. അപ്പോൾ അവിടെ കിടക്കുന്ന രാജ്യത്തിന് എങ്ങനെയാണ് ഇവിടെയുള്ളൊരു രാജ്യത്തെ വിഭജിച്ച് ഒരു കൂട്ടർക്ക് ഒരു രാജ്യം അങ്ങ് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ, അവർക്ക് ചരിത്രത്തെക്കുറിച്ച് ഒന്നുകിൽ അറിവില്ല അല്ലെങ്കിൽ അവർ ചരിത്രം വിഴുങ്ങികളാണ്. കാരണം 20-ാം നൂറ്റാണ്ടിൽ പല രാജ്യങ്ങളുടെയും അതിരുകൾ മാറ്റി വരച്ചത് യൂറോപ്യൻ രാജ്യങ്ങളാണ്, യൂറോപ്യൻ ശക്തികളാണ്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് സാധിക്കും. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിന് തൊട്ട് മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ വേറെ 2 പ്രദേശങ്ങളുണ്ട്. കിഴക്കൻ പാകിസ്ഥാനും ഉണ്ടായിരുന്നു, പടിഞ്ഞാറൻ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ അതിര് മാറ്റി വരച്ചത് അവരാ, ബ്രിട്ടീഷുകാരാ. ആ മാറ്റി വരച്ച് പുതിയ രാഷ്ട്രങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിച്ചു. അത് തെറ്റാണ്, നിയമപരമായിട്ട് അതിന് നിലനിൽപ്പില്ല എന്ന് ആരും പറഞ്ഞില്ല. ഈ ഇന്ത്യയുടെ കാര്യം മാത്രമല്ല, ഇറാഖ് ഉണ്ടായത്, യോർദാൻ ഉണ്ടായത്, ലെബനോൻ ഉണ്ടായത്, സിറിയ, ഈ പ്രദേശങ്ങളെല്ലാം ഇങ്ങനെ ഓരോരോ രാജ്യങ്ങൾ ഉണ്ടായത് മുഴുവൻ യൂറോപ്യൻ ശക്തികളുടെ ഇടപെടലിലൂടെയാണ്. അവരാണ് അതിർത്തി തിരിച്ച് ഓരോരോ പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് അതിനൊന്നും ആർക്കൊരു പ്രശ്നമില്ല, അത് അംഗീകരിക്കും ആളുകൾ. പക്ഷേ
ഉണ്ടാക്കിയെടുക്കുന്ന രാജ്യം ഇസ്രായേൽ ആണെങ്കിൽ അല്ലെങ്കിൽ യഹൂദരാഷ്ട്രമാണെങ്കിലാണ് ഇവർക്ക് പ്രശ്നമുള്ളത്. ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ രാജ്യം ഒരു മുസ്ലിം രാജ്യമാണെങ്കിൽ ഇവർക്ക് പ്രശ്നമില്ല. നമ്മളതിനെപ്പറ്റി ചോദിച്ചാൽ അങ്ങനെ ബ്രിട്ടന് വന്നിട്ട് ഇവിടെ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അവർ നമുക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുക്കും. ആ കാലഘട്ടത്തിലെ അവസ്ഥ എന്തായിരുന്നു, ബ്രിട്ടൻ എന്തുകൊണ്ടാണ് നിയമപരമായിട്ട് അതിന് അധികാരമുള്ളതെന്നൊക്കെ അവർ നമുക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുക്കും. പക്ഷെ ഉണ്ടാക്കുന്ന രാഷ്ട്രം യഹൂദരാഷ്ട്രമാണെങ്കിൽ അവരപ്പം പറയും ഇത് അന്യായമാണ്, ബ്രിട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ അധികാരമില്ല എന്ന്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഏതായാലും ഞാൻ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ ബാൽഫർ വിളംബരത്തിന് ശേഷം പിന്നീട് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നു. അവർ മുൻ സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രം യഹൂദൻ 1917 ഉണ്ടായില്ല. അവിടെ യഹൂദൻ ബ്രിട്ടീഷുകാരാൽ പിന്നെയും വഞ്ചിക്കപ്പെട്ടു. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ ഇതിലിടപെട്ടു. അന്ന് ഐക്യരാഷ്ട്രസഭയില്ല, ലീഗ് ഓഫ് നേഷൻസ് ആണുള്ളത്. ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ടിട്ട് സാൻ റിമോ എന്ന് പറയുന്ന സ്ഥലത്തൊരു കോൺഫറൻസ് കൂടി. എന്നിട്ട് ലോകരാജ്യങ്ങൾ ബ്രിട്ടനോട് പറഞ്ഞു 1917 ബാൽഫർ വിളംബരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പലസ്തീൻ പ്രദേശത്ത് ഇസ്രായേൽ യഹൂദന്മാർക്ക് ഒരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ബ്രിട്ടൻ അതിന് അധികാരം കൊടുത്തു, മാൻഡേറ്റ് കൊടുത്തു. അതാണ് ആ കാലത്തുണ്ടായിരുന്നത്. 1920 സാൻ റിമോ കോൺഫറൻസിൽ വെച്ച് ലീഗ് ഓഫ് നേഷൻസിൻ്റെ 52 രാജ്യങ്ങളാണ്. 52 രാജ്യങ്ങൾ ബ്രിട്ടൻ അധികാരം കൊടുത്തു, മാൻഡേറ്റ് കൊടുത്തു. അവിടെ യഹൂദന് ഒരു രാജ്യമുണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ യഹൂദന്മാർ വന്ന് ഇന്നത്തെ ഇസ്രായേലിന് മാത്രമല്ല, യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശമുണ്ട്, ട്രാൻസ് ജോർദാൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ബൈബിളിലെ യോർദാൻ അക്കരെ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് 2 ഗോത്രങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ആ പ്രദേശത്തെല്ലാം യഹൂദന്മാർ അതൊക്കെ പാഴായി കിടക്കുകയായിരുന്നു. അവിടെയൊക്കെ അവർ പണം കൊടുത്ത് ഭൂമി വാങ്ങി അവിടെ കൃഷി ചെയ്തു, പല സ്ഥാപനങ്ങളും അവർ പണിതുയർത്തി, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തെ മൊത്തം പ്രദേശത്തെ ചേർത്തിട്ടാണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത്, മാൻഡേറ്റ് കൊടുക്കുന്നത്. ആ പ്രദേശത്തിൻ്റെ വിസ്തൃതിയാണ് ഞാൻ ആദ്യം പറഞ്ഞു, 1,20,466 ചതുരശ്ര കിലോമീറ്റർ ഭൂമി. അത്രയുമുള്ള വിശാലമായിട്ടുള്ള ഭൂമിയാണ്. എന്നാൽ 1922 ബ്രിട്ടീഷുകാരൊരു കാര്യം ചെയ്തു. അവർ ഈ പ്രദേശത്തിലെ 2ആയിട്ട് വിഭജിച്ചു. ഇവർക്ക് മാൻഡേറ്റ് കൊടുത്തത് എന്തിനാണ്? യഹൂദനൊരു രാജ്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ബ്രിട്ടീഷുകാരൊരു ചതി ചെയ്തു. അവർ ഈ പ്രദേശത്തിനെ 2ആയിട്ട് വിഭജിച്ചിട്ട് ഒരു രാജ്യമുണ്ടാക്കി. അത് ജോർദാൻ എന്നറിയപ്പെടുന്നു. ഇന്ന് ജോർദാൻ എന്നറിയപ്പെടുന്നു. അന്ന് അവർ ട്രാൻസ് ജോർദാൻ എന്ന് പറഞ്ഞു. ആ പ്രദേശം മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ അറബികൾക്ക് അങ്ങ് കൊടുത്തു. യഹൂദന് രാജ്യമൊന്നും കൊടുത്തില്ല. യഹൂദന് രാജ്യം കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ലോകരാജ്യങ്ങൾ ബ്രിട്ടൻ അധികാരം കൊടുത്തത്. പക്ഷേ ബ്രിട്ടൻ അതിന് നേർ വിപരീതമായിട്ട് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ യോർദാൻ്റെ പ്രദേശത്ത് താമസിച്ചിരുന്ന യഹൂദന്മാർക്ക് തങ്ങളുടെ വസ്തുവകകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, മറ്റ് പല കാര്യങ്ങളുണ്ട്, ഇതെല്ലാം വിട്ട് വെറും കൈയോടുകൂടി ഓടിപ്പോരേണ്ടി വന്നു ഇപ്പുറത്തേക്ക്, നദിക്കിക്കരയ്ക്ക്. അവർക്ക് ഭയങ്കരമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ലീഗ് ഓഫ് നേഷൻസ് നൽകിയ മാൻഡേറ്റ് അനുസരിച്ച് ബ്രിട്ടൻ പ്രവർത്തിച്ചില്ല. മാൻഡേറ്റിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് അറബികൾക്കൊരു രാജ്യം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള പ്രദേശം, ഈ യോർദാന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന രാജ്യം, ഈ മൊത്തം ഭൂപ്രദേശത്തിൻ്റെ 77% ഭൂമി ഉൾക്കൊള്ളുന്നതാണെന്ന് ഓർക്കണം. മൊത്തം ഭൂപ്രദേശത്തിൻ്റെ 77% ഭൂമി, ബാക്കി 23% ഭൂമി വെച്ചാൽ 1/4 ഭാഗത്തിനേക്കാൾ താഴെ ഭൂമിയുള്ളൂ മറ്റേ ഭാഗത്ത്. അപ്പോൾ ആ ബാക്കിയുള്ള 1/4 ഭാഗത്തിൽ താഴെ വരുന്ന പ്രദേശത്തെങ്കിലും അവരൊരു യഹൂദരാജ്യമായി പ്രഖ്യാപിക്കണമായിരുന്നു. അത് ചെയ്തില്ല. ആ പ്രദേശത്തിന് അവർ ഒരു യഹൂദരാജ്യമാക്കി പ്രഖ്യാപിച്ചില്ല. അതങ്ങനെ തന്നെ ഇട്ടു. അപ്പോൾ അവിടെ ആ പ്രദേശത്തുണ്ടായിരുന്ന മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അറബികൾ അവർ പുതുതായി ഉണ്ടാക്കിയ യോർദാനിലേക്ക് പോയില്ല, അവിടെ തന്നെ നിന്നു. എന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ മാതൃഭൂമിയാണ്, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. ഇവരൊക്കെ തൊട്ട് മുമ്പ് ചിലപ്പോൾ 1-2 വർഷം മുമ്പ് അവിടേക്ക് കുടിയേറിയവരാ, മറ്റ് പല ഇടങ്ങളിൽ നിന്ന്. അങ്ങനെ കുടിയേറി വന്നിട്ട് അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, യഹൂദന് ഇവിടുന്ന് പോകണം, ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ബാക്കി 23% ഭൂമിയുടെ മേലും ഇവർ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അവകാശവാദം ഉന്നയിച്ച് അത് 1946 വരെ അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നാം മുൻപ് കണ്ട ചിത്രത്തിലെ ആ ഒന്നാമത്തെ ഫോട്ടോ അവർ പറയുന്നത് പോലെ അത് പലസ്തീൻ രാജ്യമല്ല, അത് ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന് പറയുന്ന പ്രദേശമാണ്. അത് മൊത്തം ബ്രിട്ടീഷ് മാൻഡേറ്റ് അല്ല, മൊത്തം ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ 23% വരുന്ന ഭാഗം, ബാക്കി 77% അത് അറബികൾക്കായിട്ടൊരു രാജ്യമായി തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭൂപ്രദേശമാണത്, അല്ലാതെ ഒരിക്കലും പലസ്തീൻ രാജ്യമായിരുന്നില്ല. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ അധിനിവേശത്തിലൂടെ ഉണ്ടായ കൊളോണിയൽ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വിരോധികളായ ആളുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 4 ചിത്രങ്ങളിൽ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ ചരിത്രം ആണ് ഞാനിപ്പോൾ പറഞ്ഞത്.
ഇനി രണ്ടാമതായിട്ട് അവർ കാണിക്കുന്ന ചിത്രം അത് 1947 ആ പ്രദേശത്തിൻ്റെ ഭൂപടമാണ്. അത് UN വിഭജന പദ്ധതിയെക്കുറിച്ചാണ് ആ ചിത്രത്തിൽ അവർ പറയുന്നത്. ആ ചിത്രത്തിൽ വിഭജിക്കുന്ന സമയത്ത് യഹൂദന് ഇത്ര ഭൂമി, ബാക്കി പലസ്തീനികൾക്ക് ഇത്ര ഭൂമി എന്ന് പറഞ്ഞ് അന്ന് കൊടുത്തിരുന്നു. അന്ന് ഈ വിഭജന പദ്ധതി അത് 3 വിധത്തിലാണ് അവർ വിഭജിച്ചത്. കുറച്ച് ഭാഗം യഹൂദന്, കുറച്ച് ഭാഗം അവിടെയുള്ള പലസ്തീനികൾക്ക്, അല്ലെങ്കിൽ പലസ്തീനികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾക്ക്, പിന്നെ യെരുശലേം ഇരിക്കുന്ന പ്രദേശം. ഇത് രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നത് കൊണ്ട് യെരുശലേമിൻ്റെ അവകാശം അത് ഐക്യരാഷ്ട്ര സഭ നേരിട്ട് നിർവഹിക്കും. അന്ന് ലീഗ് ഓഫ് നേഷൻസ് മാറി യുണൈറ്റഡ് നേഷൻസ് ആയിരുന്നു. അപ്പോൾ ഐക്യരാഷ്ട്ര സഭ നേരിട്ട് നിർവഹിച്ചോളും. ഇങ്ങനെയാണ് ഈ വിഭജന പദ്ധതി. അപ്പോൾ ഈ വിഭജന പദ്ധതിയെക്കുറിച്ച് ഇവരുടെ പ്രമുഖ നേതാവുണ്ട്, ഒന്നാമത്തെ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു, ബെൻ ഗുറിയോൻ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഭജന പദ്ധതി ഒട്ടും നീതിപൂർവമായ ഒന്നല്ല. കാരണം യോർദാൻ എന്ന് പറയുന്ന ഒരു രാജ്യം 22 ഉണ്ടാക്കിയപ്പോൾ തന്നെ ബാക്കി പ്രദേശമെങ്കിലും യഹൂദന്മാർക്ക് കൊട്ടേണ്ടതാണ്. പക്ഷെ അതങ്ങനെ കിട്ടില്ലെന്ന് മാത്രമല്ല, അതിൽ നിന്ന് കുറേ ഭൂമി മറ്റവർക്ക് പോവുകയാണ്. അവരുടെ ചങ്കെന്ന് പറയാവുന്ന യെരുശലേം അവർക്ക് കിട്ടുന്നുമില്ല. അങ്ങനെയാണ് വിഭജന പദ്ധതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞു, ഇത് ബെൻഗുരിയോൻ പറഞ്ഞു, ഈ വിഭജന പദ്ധതി ഒട്ടും നീതിപൂർവമായ ഒന്നല്ല, എങ്കിലും ഞങ്ങൾ ഈ വിഭജന പദ്ധതിയെ അംഗീകരിക്കുന്നു. കാരണം ധാരാളം ഭൂമിയും അതിനോടൊപ്പം എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളും കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ച് സ്ഥലമേ ഉള്ളുവെങ്കിൽ പോലും അവിടെ സമാധാനത്തോടു കൂടി കഴിയാനാണെന്ന്. വിഭജന പദ്ധതി നീതിപൂർവമല്ല, പക്ഷെ ഞങ്ങൾ അംഗീകരിക്കുന്നു, കാരണം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കഴിയണം. പക്ഷേ അറബികൾക്ക് ഈ വിഭജന പദ്ധതി ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. അവർ പറഞ്ഞു, യഹൂദനെ ഇവിടുന്ന് നാട് കടത്തിയേ മതിയാവുകയുള്ളൂ, യഹൂദന് ഒരു തരി മണ്ണ് പോലും ഞങ്ങൾ ഇവിടെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇത് വോട്ടിനിട്ടു. ഐക്യരാഷ്ട്രസഭയിൽ 13-നെതിരെ 33 വോട്ടുകൾ, 13-നെതിരെ 33 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഈ പ്രദേശം വിഭജിക്കാൻ ഐക്യരാഷ്ട്രസഭ അംഗീകാരം കൊടുത്തു. അവിടെയുള്ള ലോകരാജ്യങ്ങൾ അംഗീകാരം കൊടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിനു മുമ്പ് 3 പ്രാവശ്യം ഈ പ്രദേശത്തെ വിഭജിക്കാൻ യഹൂദന്മാർക്കും പലസ്തീനികളെന്ന് സ്വയം വിളിക്കുന്ന ആളുകൾക്കുമായിട്ട് ഈ പ്രദേശം വിഭജിച്ചു കൊടുക്കാൻ ഇതിനു മുമ്പ് 3 വട്ടം ശുപാർശ ചെയ്താണ്. ഓരോരോ കമ്മിറ്റികൾ ശുപാർശ ചെയ്തിരുന്നു. 1937 ഒരിക്കൽ പറഞ്ഞിരുന്നു, 46 പറഞ്ഞു, 47 പറഞ്ഞു. 3 പ്രാവശ്യം ശുപാർശ വന്നത്. 3 പ്രാവശ്യവും യഹൂദന്മാർ അംഗീകരിച്ചു, അറബികൾ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഇപ്രാവശ്യം അത് വോട്ടിനിട്ടിട്ട് ആ പ്രദേശം വിഭജിക്കാനുള്ളൊരു തീരുമാനത്തിൽ വന്നു. ഇതിങ്ങനെ വന്നെന്നറിഞ്ഞപ്പോൾ തന്നെ സ്വാഭാവികമായി അറബികൾ ക്ഷുഭിതരായി. അവരിതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ലഹള ആരംഭിച്ചു. പിറ്റേ ദിവസം നവംബർ 29-ാം തീയതിയാണ് ഇത് വോട്ടിനിട്ടത്, 1947 നവംബർ 29-ന്. എന്നാൽ നവംബർ 30-ാം തീയതി അവർ ലഹള ആരംഭിച്ച് 3 ദിവസത്തെ പണിമുടക്കൊക്കെ പ്രഖ്യാപിച്ച് 1-ാമത്തെ ദിവസം തന്നെ അവർ 7 യഹൂദന്മാരെ കൊന്നു. ഡിസംബർ അവസാനമായപ്പോഴേക്കും, നവംബർ 30 മുതൽ ഡിസംബർ അവസാനം, എന്ന് വെച്ചാൽ 1 മാസമേ ഉള്ളൂ. ആ 1 മാസം കൊണ്ട് 205 യഹൂദന്മാർ കൊല്ലപ്പെട്ടിരുന്നു. യഹൂദന്മാരെന്നുള്ള തിരിച്ചുള്ള ആക്രമണത്തിൽ 120 അറബികളും കൊല്ലപ്പെട്ടിരുന്നു. 1947 നവംബർ 9 ഈ ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പ്രഖ്യാപനം മുതൽ 1948 മെയ് 15 ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമാകുന്ന കാലം വരെയുള്ള സമയത്ത് ഈ ലഹള ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. 5 മാസം കൊണ്ട് അവർ മൃഗീയമായ ആക്രമണങ്ങൾ ഇവർക്കെതിരെ അഴിച്ചുവിട്ടതായിട്ട് അക്കാലത്തെ പത്രവാർത്തകൾ നമ്മളോട് പറയുന്നുണ്ട്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അന്നത്തെ കാലത്തെ ജെറുസലേം പോസ്റ്റ്, ഇന്ന് ജെറുസലേം പോസ്റ്റാണ്, അന്ന് പലസ്തീൻ പോസ്റ്റ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. പലസ്തീൻ പോസ്റ്റിൽ വന്നിരുന്ന വാർത്തകളുണ്ട്. ഓരോ ദിവസത്തെ ഹെഡിങ്ങിൽ ഇത്ര യഹൂദന്മാർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഇത്ര അറബികൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അവരുടെ കിബുട്സുകൾ ആക്രമിക്കപ്പെട്ടു, ഇത്ര ആർക്ക് പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കാലഘട്ടത്തിൽ എത്ര മൃഗീയമായൊരു ആക്രമണമാണ് അറബികൾ അഴിച്ചുവിട്ടിരുന്നതെന്ന്. നമ്മളിവിടെ ചിന്തിക്കണം, അന്ന് അറബികളെ യഹൂദന്മാരെ ആക്രമിക്കുന്നതിന് പകരമായിട്ട് UN ഇങ്ങനെ ഒരു വിഭജന പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ അറബികൾ യഹൂദന്മാരെ ആക്രമിക്കുന്നതിന് പകരമായിട്ട് യഹൂദന്മാരത് അംഗീകരിച്ചതുപോലെ തന്നെ ഇവരും അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് പലസ്തീൻ പ്രശ്നം എന്ന് പറഞ്ഞൊരു പ്രശ്നം ലോകത്തുണ്ടാവില്ലായിരുന്നു. പലസ്തീൻ അഭയാർത്ഥികളുണ്ടാവില്ല. പലസ്തീനികൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യം ഉണ്ടാകുമായിരുന്നു. ആ രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്, അല്ലെങ്കിൽ യഹൂദനെ ഞങ്ങളിവിടെ കാലുകുത്താൻ സമ്മതിക്കുകയില്ല, ഒരു തരി മണ്ണ് പോലും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് ഇവരാണ്, അറബികളാണ്. അതൊരിക്കലും യഹൂദന്മാരല്ല. പലസ്തീനികൾക്കൊന്നും ഒരു രാജ്യമില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഒരിക്കലും യഹൂദനല്ല. യഹൂദൻ ഒരിക്കലും അത് അവർക്കെതിരായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. യഹൂദൻ ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ്.
പലസ്തീനികൾക്കൊരു രാജ്യം ഉണ്ടാവണമെന്ന് യഹൂദൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് തീവ്രവാദ സ്വഭാവമുള്ള ഭീകര സംഘടനകളൊക്കെയാണ്. എന്നാൽ ഉത്തരവാദിത്തമുള്ളൊരു സർക്കാർ വരികയാണെങ്കിൽ ഈ ഭീകരാക്രമണം കുറയും. കാരണം ഐക്യരാഷ്ട്രസഭയിൽ ഇവർ സമാധാനം പറയണം, ഈ സർക്കാർ സമാധാനം പറയണം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സുസ്ഥിരമായൊരു ഭരണം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഗുണമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഇസ്രായേലികൾ. അപ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടായത് കേവലം യൂറോപ്യൻ ശക്തിയായിരിക്കുന്ന ബ്രിട്ടൻ്റെ ഇടപെടലാണ്. അല്ലെങ്കിൽ ഫ്രഞ്ച് മാൻഡേറ്റ് വിഭജിച്ച് സിറിയ ഉണ്ടായത് ഫ്രാൻസിൻ്റെ ഇടപെടലാണ്. ഇതെല്ലാം ഓരോരോ രാജ്യങ്ങളുടെ ഇടപെടൽ മാത്രമാണ്. ഓരോ രാജ്യത്തിലുള്ളവർ അതിർത്തി നിർണ്ണയിച്ച് അവർ തിരുമിക്കും, ഇത്തരം പ്രദേശം ഇവർക്ക് കൊടുക്കുക, അതൊരു രാജ്യമാവട്ടെ എന്ന്. അങ്ങനെയാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇസ്രായേലിൻ്റെ കാര്യം ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യമല്ല അത് നിശ്ചയിച്ചത്, മറിച്ച് ലോകരാജ്യങ്ങൾ ഒന്നടങ്കമാണ്. ഐക്യരാഷ്ട്രസഭയാണത് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകരാജ്യങ്ങളുടെ ഈ അഭിപ്രായത്തെ മാനിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഇവർക്കുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചില്ല. ആ ലോകരാജ്യങ്ങളുടെ അഭിപ്രായത്തിന് അല്ലെങ്കിൽ അവരുടെ ശുപാർശയെ ഇവർ തള്ളിക്കളയാണ് ചെയ്യുന്നത്. ഏതായാലും അന്നത് അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നം വരില്ല. അതിപ്പോൾ പലസ്തീനുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പലസ്തീനികൾക്കത് മനസ്സിലായി, മൂത്താപ്പന്മാർ ചെയ്തത് മണ്ടത്തരമായി പോയിന്ന്. അവരുടെ മഹ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന പലസ്തീൻ അതോറിറ്റി പ്രസിഡൻ്റുണ്ട്. പുള്ളി 2011 ഒക്ടോബർ 28 ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്തയാണ്. അദ്ദേഹം പറഞ്ഞു, അന്ന് UN നിർദ്ദേശിച്ച വിഭജന പദ്ധതിയെ അറബികളന്ന് തള്ളിക്കളഞ്ഞത് ചരിത്രപരമായ തെറ്റായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഭയങ്കര മണ്ടത്തരമായി പോയി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും ആ വിഭജന പദ്ധതിയുടെ കാര്യത്തിൽ രണ്ടാമത്തെ ചിത്രം അതാണ്. വിഭജന പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിൽ ഇസ്രായേൽ കുറ്റക്കാരല്ല. വിഭജന പദ്ധതി വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് അറബികളാണ്, അല്ലെങ്കിൽ പലസ്തീനികളാണ്. ഇനി അവരുടെ മൂന്നാമത്തെ ക്ലിപ്പ് എന്ന് പറയുന്നത് 1967 ആ പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്ത് അതിൻ്റെ വ്യാപ്തി, അവിടെയുള്ള പലസ്തീനികളൊന്നും ഇല്ലാതാക്കി കളഞ്ഞു, അതിൻ്റെ വ്യാപ്തി കുറച്ചെന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. പലസ്തീനികളുടെ രാജ്യമാണ്, അത് ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നാണ്. ഇതും ശുദ്ധ നുണയാണ്. 1967 പലസ്തീനികളുടെ 1 ഇഞ്ച് ഭൂമി പോലും യഹൂദന്മാർ പിടിച്ചെടുത്തിട്ടില്ല, ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടില്ല. കാരണം പലസ്തീനികൾക്ക് ഭൂമി ഉണ്ടായിരുന്നില്ല. ഭൂമി ഉണ്ടെങ്കിലല്ലേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടെങ്കിലല്ലേ പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അന്നുണ്ടായിരുന്നത് ഈ പ്രദേശങ്ങളെല്ലാം ഇന്ന് പലസ്തീനികൾ അവകാശപ്പെടുന്ന പ്രദേശങ്ങൾ, അതായത് വെസ്റ്റ് ബാങ്ക്, ഗാസ, പിന്നെ ഗോലാൻ കുന്നുകളൊക്കെ അടങ്ങുന്ന പ്രദേശം, അതൊക്കെ ആ കാലഘട്ടത്തിൽ പലസ്തീനികൾ, അന്നത്തെ പലസ്തീൻ നേതാക്കന്മാർ തന്നെ സമ്മതിച്ചു, ഇതൊന്നും ഞങ്ങളുടെ അല്ല, ഇത് പലസ്തീനികളുടെ ഭൂമിയല്ല എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അത് ഐക്യരാഷ്ട്രസഭയ്ക്ക് PLO എന്ന് പറയുന്ന സംഘടന അവരുടെ ഒന്നാമത്തെ ചാർട്ടർ 1964 തോന്നുന്നു, 64 ആദ്യത്തെ ചാർട്ടറിൽ അവർ ഈ സംഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സംഘടന എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു ചാർട്ടറാണ്. അതിൻ്റെ 24ാമത്തെ ആർട്ടിക്കിളിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സംഘടന, അതായത് PLO, ജോർദാൻ്റെ പരമാധികാരത്തിലിരിക്കുന്ന വെസ്റ്റ് ബാങ്കിലോ ഗാസയിലോ ഹിമ്മ പ്രദേശങ്ങളിലോ യാതൊരുവിധ അധികാരവും നിർവഹിക്കുന്നില്ല. ഇതിൻ്റെ പ്രവർത്തന മേഖല വിമോചനത്തിലും സംഘടനാ രംഗത്തും രാഷ്ട്രീയ മേഖലയിലും സാമ്പത്തിക മേഖലയിലുമാണ്. നോക്കണം, യോർദാൻ്റെ പരമാധികാരത്തിലിരിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ ഇടപെടുന്നില്ല, ഗാസയിൽ അല്ലെങ്കിൽ ഹിമ്മ പ്രദേശങ്ങളിലൊന്നും യാതൊരുവിധ അധികാരവും ഞങ്ങൾക്കില്ല. എന്ന് വെച്ചാൽ ഇന്ന് ഇവർ ഈ ആവശ്യപ്പെടുന്ന ഈ പ്രദേശങ്ങൾ, ഇത് പലസ്തീനികളുടെ പ്രദേശം എന്ന് പറയുന്ന പ്രദേശത്ത് അന്ന് അവർ വേണ്ടെന്നാണ് പറഞ്ഞു. അത് ഞങ്ങളുടെ പ്രദേശമല്ല, അത് ഇന്ന രാജ്യങ്ങളുടെ കയ്യിലിരിക്കുന്നു, ഞങ്ങൾക്ക് അതിൽ അധികാരമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ 1968 PLO അതിൻ്റെ ചാർട്ടർ ഭേദഗതി ചെയ്തു. ചാർട്ടർ ഭേദഗതി ചെയ്തിട്ട് ഈ 24ാമത്തെ ആർട്ടിക്കിൾ അവർ മാറ്റിയിട്ട് അവിടെ വേറെ കാര്യമാണ് പറയുന്നത്. ഈ അതുവരേക്കും പറഞ്ഞിരുന്ന കാര്യം, ഇവിടെ ഞങ്ങൾക്ക് അധികാരമില്ല എന്നുള്ള പറഞ്ഞ കാര്യം അവർ മാറ്റി. എന്തുകൊണ്ടാണ് PLO അതിൻ്റെ ചാർട്ടർ 1968 ഭേദഗതി ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം 1967 നടന്ന 6 ദിവസത്തെ യുദ്ധമാണ്. 1967 6 ദിവസത്തെ ഒരു യുദ്ധമുണ്ടായി. 64 ഈ പ്രദേശം യോർദാൻ്റെ കീഴിലാണ് വെസ്റ്റ് ബാങ്ക് ഇരിക്കുന്നത്, ഈജിപ്തിൻ്റെ കയ്യിൽ ഗാസ ഇരിക്കുന്നു, ഹിമ്മ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഗോലാൻ കുന്നുകളൊക്കെ അടങ്ങുന്ന ഭാഗമാണ്, അത് സിറിയയുടെ കയ്യിലിരിക്കുന്നു. എന്നാൽ 67 6 ദിവസത്തെ യുദ്ധം, ഈ യുദ്ധത്തിൻ്റെ കാരണക്കാർ ഇസ്രായേലല്ല, അത് ഓർക്കണം. ഇസ്രായേൽ ഒരിക്കലും അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന ഇതല്ല അവർക്ക്. അവരുടെ സൈന്യം, അവരുടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പേര് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. ലോകത്ത് വേറെ ഒരു ആർമിക്കും ഇല്ലാത്ത പേരാണ് അവരിട്ടിരിക്കുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നാണ് അവർ വിളിക്കുന്നത്. IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് വെച്ചാൽ അവർ ഡിഫൻസിന് വേണ്ടി ഉണ്ടാക്കിയ സൈന്യമാണ്, ആക്രമിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല.
ആ ഡിഫൻസ് പക്ഷെ ചിലപ്പോൾ അപ്പുറത്തെ അതിർത്തി കടന്നു അവർ നടത്തും. കാരണം ഇവർക്കെതിരായിട്ട് വരുന്നു എന്ന് കണ്ടാൽ അവരവിടെ കയറി അടിക്കും, അത് വേറെ കാര്യം. പക്ഷേ ആ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. അത് മൊസാദിൻ്റെയൊക്കെ ചില പ്രവർത്തനമുണ്ട്, സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാനത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ 1967 എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിനെതിരായിട്ട് ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങളെല്ലാം കൂടി വന്നു. സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, വരുവിൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക എന്ന് ആമോസ് എഴുതി വെച്ചല്ലോ, ആസാഫ് എഴുതി വെച്ചല്ലോ. അതേ കാര്യം പിന്നീട് നടന്നു. അതേ വാക്യം തന്നെ ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസർ പറഞ്ഞു, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം ഞങ്ങളവരെ മുടിച്ചു കളയും. പത്രപ്രവർത്തകരടുത്ത് പറഞ്ഞു, നാളെ ഈ നേരമാകുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശം ഭൂമുഖത്തുണ്ടാവുകയില്ല, ഞങ്ങളവരെ ഉന്മൂലനം ചെയ്യുമെന്ന്. പക്ഷേ ദൈവം ഇസ്രായേലിനെ സഹായിച്ചു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലാതാകുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഈ അറബികളാണെങ്കിൽ കണക്ക് കൂട്ടലായി. ഈ യഹൂദന്മാരെ മുഴുവൻ കൊന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ചത്തു കഴിയുമ്പോൾ ഇവരുടെ ശവം എവിടെ സംസ്കരിക്കും? അപ്പോൾ വലിയ വലിയ മൈതാനങ്ങളിലൊക്കെ ബുൾഡോസർ വെച്ച് കുഴിയെടുത്ത് അവിടെ ശവസംസ്കാരം നടത്തണമെന്നൊക്കെ പല പല പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. തലേ ദിവസത്തേക്ക് പത്രവാർത്തകളൊക്കെ അങ്ങനെയാണ്. ചില അറബി നേതാക്കന്മാരൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ലോകം മുഴുവൻ വിചാരിച്ച് ഇവർ പരാജയപ്പെടുമെന്ന്. പക്ഷേ യഹൂദൻ അവൻ്റെ ബുദ്ധിയും അവൻ്റെ ശക്തിയും അവൻ്റെ ധൈര്യവും അവൻ്റെ സാമർഥ്യവും കാണിച്ചു. ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നു, അവർ ജയിച്ചു. അതിൻ്റെ ചരിത്രം വിവരിക്കാൻ നിർവാഹമില്ല, വളരെ ചോര ത്രസിപ്പിക്കുന്ന വിധത്തിലുള്ള ചരിത്രമാണ്. ആ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രായേലിനെ ഞങ്ങൾ മുച്ചൂടും മുടിച്ചു കളയുമെന്ന് പറഞ്ഞു വന്ന ഈ രാഷ്ട്രങ്ങളിൽ യോർദാൻ അടക്കമുണ്ട്. യുദ്ധം തുടങ്ങിയ 1-ാമത്തെ ദിവസം തന്നെ യോർദാൻ മറ്റ് രാജ്യക്കാരോട് ആവശ്യപ്പെടാൻ തുടങ്ങി, സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. എങ്ങനെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ നിങ്ങൾ ഇസ്രായേലിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തണം എന്ന് പറയും. 1-ാമത്തെ ദിവസം തന്നെ യോർദാന് മതിയായി. അതുപോലുള്ള അടിയാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ സമയത്ത് ആ യുദ്ധം അവസാനിച്ച സമയത്ത്, യുദ്ധത്തിന് മുമ്പ് ഇവർക്ക് 48 ഭൂമി വിഭജിച്ചു കൊടുത്തത് വെറും 5000 ചതുരശ്ര മൈലാണ് ഉണ്ടായിരുന്നത്. അന്ന് ഇവരത് സമ്മതിച്ചില്ല. 48 പുതിയ ഇസ്രായേൽ ഉണ്ടായപ്പോൾ, ഒരു രാജ്യം ഉണ്ടായപ്പോൾ അറബ് രാജ്യങ്ങൾ സമ്മതിച്ചില്ല, അവർക്കെതിരായിട്ട് വന്നു. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങൾക്കൊന്നും അവർ വില കൊടുത്തില്ല. അപ്പോൾ ഇസ്രായേൽ പുതുതായിട്ടുണ്ടായ രാഷ്ട്രം അതിനെ എളുപ്പം അങ്ങ് നശിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ അവരെ നിർത്തുക മാത്രമല്ല, യുദ്ധം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ 5000 ചതുരശ്ര മൈലിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഭൂമി 8000 ചതുരശ്ര മൈലായിട്ട് വർദ്ധിക്കുകയുണ്ടായി. 3000 ചതുരശ്ര മൈൽ അറബികളിൽ നിന്ന് ഇവർ പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഈ 8000 ചതുരശ്ര മൈൽ 67 യുദ്ധം കഴിഞ്ഞപ്പോൾ 34,000 ചതുരശ്ര മൈലായിട്ട് കൂടി. അവർ പിടിച്ചെടുത്ത ഭൂമി ഭയങ്കരമാണ്. അവിടെ ആ ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാം. 66 ദിവസത്തെ യുദ്ധത്തിന് മുമ്പും ശേഷവുമുള്ള ഇസ്രായേലിൻ്റെ ഭൂപടമാണ് കാണുന്നത്. 8000 ചതുരശ്ര മൈലിൽ നിന്ന് 34,000 ചതുരശ്ര മൈലായിട്ട് ഇവരുടെ വിസ്തൃതി വർദ്ധിച്ചു. എന്നാൽ ഇസ്രായേൽ വിരോധികൾ പറയുന്നത് പോലെ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന, അധിനിവേശം നടത്തുന്ന ഒരു രാഷ്ട്രമല്ല എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഇസ്രായേലാണ്. കാരണം ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് വീണ്ടും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോയി. അവർ ഈ ഭൂമിയെല്ലാം വിട്ടുകൊടുത്തു. ഈജിപ്തിൽ നിന്ന് പിടിച്ച ഭൂമി വിട്ടുകൊടുത്തു, ഓരോരോ പ്രദേശങ്ങളിൽ നിന്ന് പിടിച്ച ഭൂമിയെല്ലാം അവർ വിട്ടുകൊടുത്ത് പഴയ അവസ്ഥയിലേക്ക്, യുദ്ധം തീർന്നപ്പോൾ അവർ പോയി. അപ്പോൾ ഒരു അധിനിവേശ രാഷ്ട്രമാണ്. മറ്റുള്ളവരുടെ ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന രാഷ്ട്രമാണെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ ഇത് വിട്ടുകൊടുക്കുകയില്ല. അവരിന്ന് 34,000 ചതുരശ്ര മൈലായിട്ടിരുന്നേനെ. പക്ഷെ അങ്ങനെയല്ല ഉള്ളത്. അപ്പോൾ ഇസ്രായേൽ അധിനിവേശത്തിലൂടെ ഉണ്ടായതാണെന്ന് പറയുന്ന ആളുകൾ അങ്ങനെ പറയുമ്പോൾ നാം ഓർക്കണം, ഈ ഒരു കാര്യം തന്നെ ഇവർക്ക് 34,000 ചതുരശ്ര മൈൽ ഭൂമി അവർക്ക് കിട്ടിയിട്ട് പോലും അത് വിട്ടുകൊടുക്കുവാൻ അവർ സന്നദ്ധത കാണിച്ചു. അതുകൊണ്ട് തന്നെ അധിനിവേശ രാഷ്ട്രമല്ല ഇസ്രായേൽ എന്നത് തെളിയുകയാണ്. അതുമാത്രമല്ല, ഗാസയും വെസ്റ്റ് ബാങ്കും അടക്കം പലസ്തീനികളെന്ന് പറയുന്ന ആളുകൾക്ക് വിട്ടുകൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് അവിടെ പലസ്തീനി അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം തന്നെ നിലവിലുള്ളത്. അറബികളാരും പലസ്തീനികൾക്ക് ഭൂമി വിട്ടുകൊടുത്തിട്ടില്ല. അറബികളുടെ 10,000 കിലോമീറ്റർ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഭൂമി അവിടെ കിടപ്പുണ്ട്, വെറുതെ മരുഭൂമിയായിട്ട് കിടക്കുകയാണ്. 1 ഇഞ്ച് ഭൂമി പോലും അറബികൾ പലസ്തീനികൾക്ക് കൊടുത്തില്ല. പക്ഷേ ഇസ്രായേൽ ഇത് പിടിച്ചെടുത്ത് കഴിഞ്ഞ് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ വിട്ടുകൊടുത്തു, പലസ്തീനികൾക്കും ഭൂമി വിട്ടുകൊടുത്തു. അപ്പോൾ ഈ ചിത്രം അത് നമ്മൾ ഓർക്കണം. ഈ ചിത്രം സാധാരണ എവിടെയും കാണാറുണ്ട്. ഫേസ്ബുക്ക് ചർച്ചകളിൽ ഇസ്രായേലിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ ഉടനെ തന്നെ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നതാണ് ഈ 4 ചിത്രങ്ങൾ. 1946 പലസ്തീൻ്റെ ഭൂപടം, 47 പലസ്തീൻ്റെ ഭൂപടം, 48 67 എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് പറയും ഇതൊക്കെ പിടിച്ചെടുത്ത് ഇങ്ങനെ ആക്കിയെന്ന്. പക്ഷെ അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവർ ഉന്നയിക്കുന്ന വേറൊരു കാര്യമാണ് ജെറുസലേമിൻ്റെ മേലുള്ള അവകാശം, യെരുശലേമിൻ്റെ മേലുള്ള ഇവരുടെ അവകാശം.
സൂര്യനായി